ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റും നമ്മുടെ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന സുരേഷ് സാറിനെ ഈ സംരംഭത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി സുനിൽ സാറ്, നമ്മളെ ട്രഷറർ ജോമിൻ സാറ്, മാനേജിംഗ് ഡയറക്ടർ റീന മാഡം, ഈ സംഘടനയുടെ മുൻകാല പ്രസിഡന്റും നമ്മുടെ ബഹുമാനപ്പെട്ട പി ആയിട്ടുള്ള വിജയകൃഷ്ണൻ സാറിനെ ഈ സംരംഭത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം സോണൽ ഭാരവാഹികൾ നേതാക്കളായിട്ടുള്ള സാബു സുഗതൻ സാറ്, മുരളീധരൻ സാറ്, അരുൺ ജോൺ, സുനിൽ വർഗീസ് സാറ്, പ്രവീൺ കുമാർ, രാജേഷ് ഓട്ടി എന്നിവരെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് സ്പീക്കറും അതുപോലെ തന്നെ ഈ സംരംഭം മുന്നോട്ട് നയിക്കുന്ന സന്തോഷ് സാറേയും കൂടി ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമുക്ക് ക്ലാസ് എടുക്കുന്നത് പ്രഗത്ഭനായിട്ടുള്ള കോഴിക്കോട് ജില്ലയുടെ അഭിമാനമായിട്ടുള്ള സുനിൽ സാറാണ്. അദ്ദേഹത്തിനെയും ഈ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ സ്പീക്കർ മോണിറ്റർ ചെയ്യുന്നതും ഇന്ന് സന്തോഷ് സാറിനെ ഞാൻ എൻ്റെ ഇതിലേക്ക് ഏൽപ്പിക്കുന്നു. സന്തോഷ് സാർ. ബഹുമാനപ്പെട്ട, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാം സാർ. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ടി.എൻ. സുരേഷ്, സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ സുനിൽ PK, മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ റീന, ട്രഷറർ ഡോക്ടർ ജോബിൻ, സോണൽ ഭാരവാഹികളായ സാബു സുഗതൻ സാർ, ഡോക്ടർ അരുൺ ജോൺ, ഡോക്ടർ രാജേഷ് ഓട്ടി, മറ്റ് ഡോക്ടർ മുരളീധരൻ സാർ, സുരേഷ് വർഗീസ് സാർ, പ്രവീൺ കുമാർ, മറ്റ് ജില്ലാ ഭാരവാഹികളെ, മറ്റ് ബഹുമാനപ്പെട്ട KGMO മെമ്പർ അംഗങ്ങൾ. KGMOയുടെ 4 കൊല്ലം മുമ്പ് VK സാറ് പ്രസിഡന്റും സുരേഷ് സാറ് സെക്രട്ടറി ആയിരുന്നപ്പോഴുള്ളൊരു മോട്ടോ ആണ് സീറോ സർവീസ് ഇഷ്യൂ എന്നുകൊണ്ട് തുടങ്ങിയത്. അത് 2 കൊല്ലം നമ്മൾ വളരെ വിജയകരമായി ഒരു സതീഷ് സാർ എന്ന് പറഞ്ഞൊരു സർവീസ് കൺസൾട്ടൻറ്റിന് വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു പരിധിവരെ നമ്മുടെ സർവീസ് കാര്യങ്ങളുടെ ഊരാക്കുടുക്കുകൾ അഴിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങളിൽ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഒരു പടി മുന്നോട്ട് കൂടി വരാനാണ് ഇപ്പോൾ സുരേഷ് സാർ പ്രസിഡൻ്റായിട്ടുള്ള ഈ സ്റ്റേറ്റ് കമ്മിറ്റി അവരുടെ ചാർട്ടർ ഓഫ് പ്രോഗ്രാംസിൽ ഒരു പ്രോഗ്രാം വെച്ചതാണ്. ഫോൺ ഇൻ പ്രോഗ്രാം എന്നാണ് ആദ്യം വെച്ചിരുന്നത്. അതായത് TV-യിലൊക്കെ കാണുന്ന മാതിരി ഒരാൾ ഷെയർ ചെയ്യുന്നു, എക്സ്പെർട്ട് ആയിട്ടുള്ള ആളോട് ഫോൺ വരുന്നു, അതിന് ഉത്തരം പറയുന്നുള്ളതാണ്. പക്ഷേ ഇത്രയും കൂടി ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഇൻ്ററാക്ഷൻ ഒരു പക്ഷേ വീഡിയോ കോളിലായിരിക്കും ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സൂമിലാക്കാനെന്നുള്ളൊരു സജഷൻ കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി വയ്ക്കുകയും അത് സ്റ്റേറ്റ് കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ആ പ്രോഗ്രാം സൂമിൽ നടത്തുന്നത്. അതിനെ പേര് സജസ്റ്റ് ചെയ്തത് കാസർഗോഡ് ഡോക്ടർ രമേഷാണ്. KGMO സർവീസ് സഹായി എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഒരു കഴിയുന്നതും സർവീസ് എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരെ അവതരിപ്പിക്കുകയും അവരോട് നേരിട്ട് തന്നെ സംശയങ്ങൾ സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. ഇത് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് അയച്ച്, അതായത് ചില റെഫറൻസ് ചെയ്യാനുള്ള എക്സ്പെർട്ടിനുള്ളൊരു ടൈം കൊടുക്കാൻ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതും വേണമെങ്കിൽ ഞാൻ കുറച്ച് പേരൊക്കെ ക്വസ്റ്റ്യൻസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ്. ഇത് വിജയിപ്പിക്കണമെങ്കിൽ അംഗങ്ങളുടെ പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും ആവശ്യമുള്ളത്. ഇപ്പോൾ 78ഓളം പേരുള്ള ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങുകളിലൊക്കെ കൂടുതൽ ആൾക്കാർ കയറി വേണ്ട ഇത് ഉപയോഗപ്പെടുന്നു വിശ്വസിക്കുന്നു. ഒരു പക്ഷേ മീറ്റിംഗ് കഴിയുമ്പോഴേക്കും ഒരു 100, അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 100 ക്രോസ് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിൽ കൂടുതൽ വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇത് പുതിയ സംരംഭമാണ്. സർവീസ് സഹായി കേരള KGMO സർവീസ് സഹായി എന്നുള്ള സംരംഭം ആരംഭിക്കുകയാണ്. അപ്പോൾ അധികം നീട്ടുന്നില്ല. ഈ പുതിയ സംരംഭത്തിൻ്റെ KGMOയുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു പുതിയ സംരംഭത്തിലെ
ഉദ്ഘാടനം നിർവഹിക്കുവാനായിട്ട് നമ്മുടെ സമാരാധ്യനായ KGMO സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TN സുരേഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുരേഷ് സാർ. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സുനിൽ PK, പ്രൊഫസർ ഡോക്ടർ ജോബിൻ, മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ റീന, സോണൽ ഭാരവാഹികളായ സാബു സാർ, മുരളി സാർ, ഡോക്ടർ സുരേഷ് വർഗീസ്, അതുപോലെ ജോയിന്റ് സെക്രട്ടറിമാരെ, ഈ സർവീസ് സെല്ലിന്റെ ചുമതലയുള്ള സന്തോഷ് ബാബു സാർ, അതേപോലെ ഡോക്ടർ ഷാറോൺ, ഡോക്ടർ അഭിലാഷ് കൃഷ്ണൻ, പ്രിയപ്പെട്ട KGMO അംഗങ്ങൾ. ഒരു സർവീസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്, അംഗങ്ങളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നതാണ്. ആ പരമപ്രധാനമായ ഉദ്ദേശത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ KGMO അതിന്റെ ആക്ടിവിറ്റീസ് ഒരുപാട് തലങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ലീഗൽ സെല്ലിന്റെ പ്രവർത്തനമാണെങ്കിലും, കൾച്ചറൽ വിങ്ങിന്റെ പ്രവർത്തനമാണെങ്കിലും, സ്പോർട്സ് വിങ്ങിന്റെ പ്രവർത്തനമാണെങ്കിലും, വിമൻസ് വിങ്ങിന്റെ പ്രവർത്തനമാണെങ്കിലും, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക്, അക്കാഡമിക് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളിലേക്ക് സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സർവീസ് സംഘടന എന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം അംഗങ്ങളുടെ സർവീസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഡോക്ടർ സന്തോഷ് ബാബു സൂചിപ്പിച്ചതുപോലെ 4 വർഷങ്ങൾക്ക് മുമ്പ് സംഘടന സീറോ സർവീസ് ഇഷ്യൂസ് എന്ന ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതിൽ വലിയൊരു അളവോളം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നത് ഏറെ സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. അംഗങ്ങളുടെ ഒരുപാട് സർവീസ് സംബന്ധമായിട്ടുള്ള നൂലാമാലകൾ, ഫയലുകളുടെ ഉരാക്കുടുക്കുകൾ അതിൽ സൊല്യൂഷനിലേക്ക് എത്തിക്കുവാൻ സംഘടനയുടെ ഈ സർവീസ് സെല്ലിന്റെ പ്രവർത്തനത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് അതിന്റെ അടുത്ത തലത്തിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം അംഗങ്ങൾ ബാധിക്കുന്ന സർവീസ് സംബന്ധമായിട്ടുള്ള സംശയങ്ങളുടെ നിവാരണത്തിന് ഒരു ഹെൽപ്പ് ലൈൻ രൂപീകരിക്കുക. അതിലൂടെ അംഗങ്ങളുടെ സർവീസ് വിഷയങ്ങൾ, അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മുടെ പ്രാവശ്യത്തെ ചാർട്ടർ ഓഫ് പ്രോഗ്രാംസിൽ അത് മുന്നോട്ട് വെച്ചത്. അത് സർവീസ് സെല്ലിനെ അത് ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിലേക്ക് ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്യണം എന്നുള്ളതിന് നമ്മളിലേക്ക് ഒരു ചിന്ത വരുന്നതിന് പ്രധാന കാരണം അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലാണെന്നുണ്ടെങ്കിലും അതേപോലെ ജനറൽ കാഡറിലും പെടുന്ന ചാർജ് മെഡിക്കൽ ഓഫീസർമാർ നിരന്തരം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അവര് സംഘടനയ്ക്ക് മുമ്പിൽ നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, അത് പരിഹരിക്കണം. അതാണ് ഇത്തരത്തിലൊരു സർവീസ് സഹായി പോലുള്ള ഒരു പദ്ധതിയിലേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നതിന് പ്രധാന കാരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അഡ്മിനിസ്ട്രേറ്റീവ് കാഡറിൽ പെടുന്ന സ്ഥാപന മേധാവികളാണെങ്കിലും ചാർജ് മെഡിക്കൽ ഓഫീസർമാരാണെങ്കിലും ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് രാഷ്ട്രീയ അതിപ്രസരം, അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട്, അതോടൊപ്പം അവർക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലെ അതിലെ ഒരു പരിചയക്കുറവ്, ആ വിഷയത്തിലെ ഇൻഡെപ്ത് നോളജിന്റെ ഒരു കുറവ് പലപ്പോഴും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് ഉള്ള ആക്കം കൂട്ടുന്നു, അതിനുള്ള സ്കോപ്പ് കൂട്ടുന്നു എന്നുള്ളതും കൂടി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ജൂനിയർ ആയിട്ടുള്ള നമ്മുടെ അംഗങ്ങൾക്ക് ചാർജ് എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അവർക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങളും ദൂരീകരിക്കുവാൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങുകൾ പോലെയുള്ളതിന്റെ അപര്യാപ്തത, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും സ്റ്റോർ പർച്ചേസ് റൂൾസ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ ലീഗൽ ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളിലുള്ള അവരുടെ അവധാനതയുടെ ഒരു കുറവ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് അംഗങ്ങളുടെ സർവീസ് സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് ഒരു സർവീസ് ഹെൽപ്പ് ലൈൻ ആരംഭിക്കണം എന്ന് വിചാരിച്ചത്. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോളുകൾ കണക്ട് ചെയ്ത് സർവീസ് എക്സ്പേർട്സ് സംശയം ദൂരീകരിക്കുക എന്ന രീതിയിലാണ് തുടക്കത്തിൽ വിഭാവനം ചെയ്തതെങ്കിലും, എന്നാൽ അത് കൂടുതൽ ഫലപ്രദമാവുക ഇത്തരത്തിലൊരു വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആയിരിക്കും. അത് ഈ ഡെയിലി കോൾ എന്നുള്ള രീതി ഇത് മാറിയിട്ട് നമുക്ക് തുടക്കത്തിൽ ഒരു മാസത്തിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം അത്തരത്തിൽ ഒരു കാര്യം ചെയ്യുകയും അതിൽ
അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അക്സെപ്റ്റൻസ് മനസ്സിലാക്കിയതിന് ശേഷം അത് കൂടുതൽ തലത്തിലേക്ക് നമുക്ക് വ്യാപിപ്പിക്കാം, അല്ലെങ്കിൽ അത് ഡെയിലി ആക്കുന്നത് അല്ലെങ്കിൽ ഒരു വീക്കിലി ആക്കുന്നതിനെ പറ്റിയിട്ടാണ് സംസ്ഥാന സമിതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് മുൻകൈയെടുത്ത, അതിന് നേതൃപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന സർവീസ് സെല്ലിന് ഡോക്ടർ സന്തോഷ് ബാബുവിന്റെയും ഡോക്ടർ ഷാറോണിന്റെയും അതുപോലെ ഡോക്ടർ അഭിലാഷിന്റെയും മറ്റും നേതൃത്വത്തിലുള്ള ഈ സർവീസ് സെല്ലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇത്തരത്തിലൊരു പ്രോഗ്രാം ആരംഭിക്കുന്നതിന് അവർ കാണിച്ചിട്ടുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിനും അതിജാഗ്രതയ്ക്കും. അതിന്റെ പ്രയോജനം എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാവട്ടെ. അതവര് നിങ്ങൾ എല്ലാവരും ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുകയും വേണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം പറയാം. ഇന്നത്തെ ഒരു സർവീസ് സംബന്ധമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്നുള്ളത് കൊണ്ട് സംഘടന കഴിഞ്ഞ ഒട്ടേറെ വർഷങ്ങളായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യം ഓഡിറ്റ് ലയബിലിറ്റി സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. പലപ്പോഴും വൗച്ചറുകൾ നഷ്ടപ്പെടുകയും അതുപോലെ നമ്മുടെ ക്ലർക്കുമാരുടെയും മറ്റും അലംഭാവം കാരണം ഒരുപാട് ഓഡിറ്റ് ലയബിലിറ്റീസ് നമ്മുടെ അംഗങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നമുക്ക് ഓഡിറ്റ് ലയബിലിറ്റീസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഓഡിറ്റ് ലയബിലിറ്റി സബോർഡിനേറ്റ് സ്റ്റാഫിനും കൂടി ഫിക്സ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോട് കൂടി സംഘടന കഴിഞ്ഞ കുറെ ഏറെ കാലമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരെയും അറിയിക്കാനുണ്ട്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ, ഇത്തരത്തിൽ വൗച്ചറുകൾ നഷ്ടപ്പെടുമ്പോൾ അതിന്റെ ലയബിലിറ്റി കസ്റ്റമർക്ക് ലയബിലിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന തീരുമാനം ഉൾപ്പെടെയുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സജഷൻസ് ഒരു പോസിറ്റീവ് റിമാർക്സോട് കൂടിയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിശ്ചയമായിട്ടും അത് അത്തരത്തിലൊരു ഉത്തരവായിട്ട് ഇറക്കുവാനുള്ള തുടർ ശ്രമങ്ങൾ സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ സർവീസ് സഹായി എന്ന പേരിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ പദ്ധതിക്ക്, ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയം ആശംസിച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും KGMO സർവീസ് സഹായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് KGMO. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ട് തന്നെ നമ്മുടെ KG സർവീസ് സഹായി എന്നുള്ള പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മീറ്റിംഗിന്റെ അഭിസംബോധനയായിട്ട് ഒറ്റ വാക്കും കൂടെ പറഞ്ഞോട്ടെ. ഇന്നത്തെ ഈ പ്രോഗ്രാം ഫാക്കൽറ്റി ആയിട്ട് എത്തിയിട്ടുള്ളത്, അത് വോളണ്ടിയർ ചെയ്തിട്ട് തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് കോഴിക്കോട് നിന്ന് ഡോക്ടർ സുനിൽകുമാറാണ്. സുനിലിനെ ഒരുപാട് വർഷങ്ങളായിട്ട് സംഘടനയുടെ മുഖ്യധാര പ്രവർത്തനങ്ങൾ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. ഇത്രത്തോളം ഒരു ഡൗൺ ടു എർത്ത്, അതേ സമയത്ത് അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുകയും സർവീസ് സംബന്ധമായിട്ട് ഓരോ വിഷയങ്ങളിലും ഇത്രമേൽ കൃത്യതയോട് കൂടിയിട്ട് അഭിപ്രായം പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് സുനിൽ. നമ്മുടെ KGMOയുടെ എല്ലാ വേദികളിലും ശക്തമായിട്ട് അഭിപ്രായങ്ങൾ പറയാൻ ശ്രദ്ധിക്കുന്ന അംഗങ്ങളുടെ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള, സർവീസ് വിഷയങ്ങളിൽ കൃത്യതയോടെ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ട് നമുക്ക് കിട്ടിയതിലേറെ സന്തോഷിക്കാം. തുടർന്നും KGMOയുടെ ഈ സർവീസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിൽ ഡോക്ടർ സുനിലിനെ പോലുള്ളവരുടെ സർവീസ് നിശ്ചയമായിട്ടും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ട് വന്നതിൽ ഞാൻ സുനിലിനുള്ള നന്ദിയും കൂടി ഞാൻ ഈ വാക്ക് അറിയിക്കാം. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഈ സംരംഭത്തിന് അഭിസംബോധന ചെയ്യാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഡോക്ടർ സുനിൽ PK ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുനിൽ സാർ. ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് TN, ട്രഷറർ ഡോക്ടർ ജോബിൻ, മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ റീന, സോണൽ ഭാരവാഹികൾ, മറ്റു ജില്ലാ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇത്തവണ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിനോടനുബന്ധിച്ച ആ നയ പരിപാടികൾ അവതരിപ്പിച്ചപ്പോഴും തുടർന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ചാർട്ടർ ഓഫ് പ്രോഗ്രാമിലും വളരെ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ സർവീസ് സെല്ലുമായി ബന്ധപ്പെട്ട് ഒരു ടെലി ഹെൽപ്പ് ലൈൻ എന്നുള്ളത്. അതെങ്ങനെ ഒരു ഇത്തരത്തിലൊരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ഇതിനകം തന്നെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. തീർച്ചയായും സർവീസ് സെൽ
വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അംഗങ്ങളുടെ വിവിധ സർവീസ് സംബന്ധിയായ വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ഒട്ടുമിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന നമ്മുടെ ഒരു സബ് കമ്മിറ്റിയാണ് സർവീസ് സെൽ. സന്തോഷ് സാറാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അതിന്റെ ഭാരവാഹി നേതൃത്വത്തിലുണ്ടായിരുന്നത്. തീർച്ചയായും അത്തരത്തിൽ സർവീസ് സെൽ മികച്ച പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിൽ നമ്മുടെ അംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സർവീസ് സംബന്ധിയായി നിരവധി സംശയങ്ങൾ, പ്രത്യേകിച്ച് ചാർജ് വഹിക്കുന്ന ജൂനിയറായ ഡോക്ടർമാർക്ക്, അതേപോലെ തന്നെ കൃത്യമായ സമയത്ത് ഇൻഡക്ഷൻ ട്രെയിനിങ് കിട്ടാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സംശയങ്ങൾ, സർവീസ് സംബന്ധിയായ സംശയങ്ങൾ ആധികാരികമായി അവ ദൂരീകരിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനായിട്ട് നമുക്ക് മുമ്പിലുണ്ടായിരുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് സെല്ലിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. കാരണം നമുക്ക് പലർക്കും ഓർമ്മയുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഡോക്ടർ സച്ചിൻ കേസി അടക്കമുള്ള ഈ ഓഫീസ് കഴിഞ്ഞ വർഷത്തെ ഒരു മികച്ച ടോപ്പിക്കായിരുന്നു. നമ്മൾ ഈ നടത്തിയ ഒരു ടോപ്പിക് ഈ ഓഫീസ് സംബന്ധമായിട്ടുള്ള, അതുപോലെ നിരവധി സർവീസ് സംബന്ധിയായ വിഷയങ്ങൾ അക്കാഡമിക് സെൽ നടത്തിയിരുന്നു. എങ്കിൽ പോലും നമുക്ക് കൂടുതൽ ഈ സർവീസ് കാര്യങ്ങൾ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വളരെയധികം സഹായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, എന്തായാലും നമ്മളതൊരു വലിയൊരു മഹത്തായ ഒരു സംരംഭത്തിന്റെ തുടക്കമാണ്. അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിന് ഏറ്റവും മികച്ച ഒരു തുടക്കം നൽകാൻ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അനുയോജ്യനായ, അതിനർഹനായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഡോക്ടർ സുനിൽകുമാർ ഇന്നത്തെ ആദ്യത്തെ ഈ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. ഇനി ഇന്നത്തെയും അതുപോലെ തന്നെ തുടർന്നും ഈ പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ നടത്തപ്പെടുന്നു, മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത്തരം ഏറ്റവും മികച്ച ഫാക്കൽറ്റികളെ ജില്ലകളിൽ നിന്ന് കണ്ടെത്താനും, അതേപോലെ തന്നെ ഈ അംഗങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ നേരത്തെ ഈ വരുന്ന ഫാക്കൽറ്റികൾക്ക് അവർക്ക് കൈമാറാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതും, ഇത്തരത്തിൽ ഈ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അത് യഥാസമയത്ത് തന്നെ അംഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും, അതുപോലെ ഇത്രയും 6000-ഓളം അംഗങ്ങളുള്ള നമ്മുടെ സംഘടനയ്ക്ക് അതിലെ പരമാവധി അംഗങ്ങൾക്ക് ഈ ഇത്തരം സെഷൻ അത് ഉപയോഗപ്രദമാകുന്നു എന്ന് ഉറപ്പാക്കാനും നമുക്ക് കഴിയണം. അപ്പൊ അതിനൊരു പരിശ്രമം ആവശ്യമാണ്. അടുത്ത ഈ സർവീസ് സഹായിയുടെ അടുത്ത സെഷനിൽ കൂടുതൽ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇതൊരു വലിയ നമ്മൾ വിഭാവനം ചെയ്യുന്ന രീതിയിൽ മഹത്തായ ഒരു സംരംഭമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ സർവീസ് സെല്ലിലെ അതിന്റെ നേതൃത്വത്തിലുള്ള സന്തോഷ് സാറിനും ഷാരോണിനും അതുപോലെ അഭിലാഷിനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് കെ ജി മോയൻ. താങ്ക് യു സുനിൽ സാർ. ഈ ഡോക്ടർ ജോബിനും ഡോക്ടർ റീനയും വേറെ എൻഗേജ്ഡ് ആയിപ്പോയി, അപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ വി കെ കയറിയിട്ടുണ്ടോ? വിജേഷൻ കയറിയിട്ടുണ്ടോ? ഹലോ. വിജേഷൻ സാറേ. Respected President Dr. T.N. Suresh, Secretary Dr. Sul P.K., Dr. Santosh Babu sir, Dr. Sunil Kumar, respected seniors and dear friends. ഈ പ്രത്യേകിച്ച് കൂടുതൽ നാടിയാനില്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് സർവീസ് സെല്ലിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ നമ്മുടെ മെമ്പേഴ്സിന് പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മെമ്പേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ നടക്കുന്ന KGM ഒരു പാക്കേജ് എന്ന രീതിയിൽ അവിടെ എല്ലാ സർവീസ് സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ നേടി കൊടുക്കുന്നതിന് വേണ്ടി KGM ആത്മാർത്ഥമായ പരിശ്രമം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും നല്ല രീതിയിൽ നടന്നു പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷ് ബാബു സാറിന്റെ ടീം, ഷാരോണും ഡോക്ടർ അഭിലാഷ് ഉൾപ്പെടുന്ന ടീം നല്ല രീതിയിൽ വീണ്ടും നമ്മുടെ ഓരോ മെമ്പേഴ്സിനും പ്രയോജനം ചെയ്യത്തക്കിൽ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളും അതിന് കൂടെ തന്നെ സർവീസ് സഹായം എന്ന രീതിയിൽ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇത് നല്ലൊരു പരിപാടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ വി കെ. അടുത്തായിട്ട് ഇതിനെ അഭിസംബോധനയായിട്ട് നമ്മുടെ സൗത്ത് സോൺ വൈസ് പ്രസിഡന്റ് സാബു സുഗതൻ സാറിനെ ക്ഷണിക്കുന്നു. സാബു സാറേ. ഹലോ, സാബു സാറുണ്ടോ? ഹലോ, പോയോ? നമ്മുടെ നോർത്ത് സോൺ വൈസ് പ്രസിഡന്റായ മുരളി സാറുണ്ടോ? മുരളീധരൻ സാർ.
ഡോക്ടർ സുരേഷ് വർഗീസ് ഇല്ല. അടുത്തായിട്ട് ഞാൻ എണിക്കുന്നത് നമ്മുടെ സൗത്ത് സോൺ ജോയിന്റ് സെക്രട്ടറി ആയ ഡോക്ടർ അരുൺ ജോണിനെയാണ്. അരുൺ ജോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ സഹായവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഡോക്ടർ അരുൺ ജോണാണ്. അദ്ദേഹം ഓൾറെഡി ഈ നമ്മുടെ ജേണലിൽ ഒരു സർവീസ് മാറ്റേഴ്സ് എന്നുള്ളൊരു പേജ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സംരംഭത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ അരുൺ. ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് സാറ്, സെക്രട്ടറി, ട്രഷറർ, എഡിറ്റർ, IPP ജയകൃഷ്ണൻ സാറ്, ഈ സർവീസ് സെല്ലിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള നമ്മുടെ സന്തോഷ് സാറ്, എല്ലാ KGMI നേതാക്കന്മാരെ, അംഗങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ആയിരിക്കുന്നത്. നമ്മുടെ ഒരു പുതിയ സംരംഭം, ഒരു KGMIക്ക് ഒരു നാഴികക്കല്ലാകുവാൻ സാധ്യതയുള്ള ഒരു പുതിയ സംരംഭമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു സർവീസ് സംഘടന എന്നുള്ള നിലയിൽ നേരത്തെ സുരേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഉത്തരവാദിത്വവും അംഗങ്ങളുടെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ മേഖലയിലേക്ക് ഏറ്റവും യുക്തമായ ഒരു നേതൃത്വമാണ് നമുക്ക് സന്തോഷ് സാറിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ എല്ലാ ഭാവങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. ഇത് വളരെ നല്ല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു ഡോക്ടർ അരുൺ. ഡോക്ടർ സാബു സുഗതൻ. സാബു സാറേ, ഹലോ. സാബു സാറിനെ കാണാനില്ലല്ലോ. സാബു സാറേ. ഓക്കെ. സാബു സാറ് ഉണ്ട്, അൺമ്യൂട്ട് ചെയ്തിരിക്കേ. ഇച്ചിരി വെളിച്ചത്തേക്ക് തിരിഞ്ഞിരുന്നാ കൊള്ളാം, മുഖമൊക്കെ കാണട്ടെ. ഹലോ സാറേ, കേൾക്കാമോ? കേൾക്കാം. ഇടയ്ക്ക് ബ്രേക്ക് വന്നു, അതുകൊണ്ടാണ് ഞാൻ കേൾക്കാം സാർ. പറഞ്ഞോ സാറ് സംസാരിച്ചോളൂ. വെട്ടത്തോ. അല്ല സാറേ, ഇവിടെ വരെ ഡിസ്കഷൻ എന്നുള്ള അറിയില്ല, അതുകൊണ്ടാണ്. നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞു. എന്നിട്ട് സ്റ്റേറ്റ് സെക്രട്ടറി അഭിസംബോധന ചെയ്തു. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ എന്റെ പ്രസംഗത്തിനോ ഒന്നുമല്ല പ്രസക്തി ഉള്ളത്. തീർച്ചയായിട്ടും പ്രസക്തിയുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ സബ്ജക്റ്റ് ആണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ്. യാതൊരു തർക്കമില്ലാതെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതാണ് ഒരു ഔപചാരികതയുടെ അഭിസംബോധനകൾ പോലും ഇല്ലാതെ ഇവിടെ നല്ല ഇടിയും മഴയും മിന്നലും ഉള്ള സമയമാണ്. വലിയ ചൂടിന്റെ അവസ്ഥ വന്നു. ആരോഗ്യ പ്രവർത്തകരൊക്കെ വലിയൊരു ചൂടിലാണ്. കാരണം നമ്മുടെ ഇടയിൽ തന്നെ വെള്ളം കുടിക്കാൻ പോലും സമയമില്ലാതെ ജോലി ചെയ്ത ആൾക്കാരെ തിരക്കാണ്. അപ്പൊ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നു എന്നുള്ള ആ വാക്ക് ചെറിയ യൂറിനറി സ്റ്റോൺ വന്ന നമുക്ക് ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ബാഹുബലിയിൽ വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു അവസ്ഥയില്ല. അതൊന്ന് മാറി ഇപ്പൊ ഒരു പുതുമഴ പെയ്തു, ഒരല്പം ഒരു കുളിർമയുണ്ട്. പക്ഷെ അത് വലിയ ഇടിയോടുകൂടിയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും വൈദ്യുതി കണക്ഷൻ പോലും ഡിസ്കണക്റ്റഡ് ആവുന്ന അതുകൊണ്ടാണ്. എന്തായാലും ശരി, നല്ല ഒരു സാധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലിക പ്രസക്തിയുള്ള വിഷയമാണ്. അതിന് എക്സ്പെർട്ടായ ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം, നമ്മുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ടീമിനും അതിനേക്കാൾ ഉപരി ഇതിന്റെ നമ്മുടെ സംസ്ഥാന സമിതിക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, ഓർഗനൈസേഷൻ, കൺസേൺഡ് ചാർജുള്ള മെഡിക്കൽ ഓഫീസർ, അതുപോലെ തന്നെ ഒപ്പം ഡോക്ടർ പത്മപ്രസാദിനും തിരുവനന്തപുരം ടീമിനും ഒരു അഭിനന്ദനോട് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കളക്ടറുടെ വിഷയത്തിൽ അവസരോചിതമായി ഇടപെടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴത്തേന് ഈ വിഷയം വളരെ പക്വമായും അതുപോലെ തന്നെ അവസരോചിതമായും വേണ്ട രീതിയിൽ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, അത് അല്ല, നമ്മൾ ശരിക്കും ജനപക്ഷത്തേക്ക് കൊണ്ടുവരികയും അവര് രണ്ടുകൈയും നീട്ടി മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ കാലികമായി ലൈവായി നമ്മുടെ സംഘടന നിൽക്കാൻ പറ്റുന്നുണ്ട്. അതിനൊരു വലിയൊരു കാര്യം. അപ്പൊ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ അതില്
പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അല്പസമയം മാറി നിൽക്കും. ഏവർക്കും ഒരു ശുഭ ആരോഗ്യം. താങ്ക് യു സാബു സാറേ. ഡോക്ടർ രാജേഷ് ഷോട്ടി ഉണ്ടല്ലോ അതിൽ? ഹലോ 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 കേൾക്കാം. KGMIന്റെ ഈ വർഷത്തെ പ്രവർത്തന രേഖയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ഇതില് ക്ലാസിന്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ട് സമയം കളയുന്നില്ല. എല്ലാവർക്കും ഒരു നല്ലൊരു ക്ലാസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് KGMI. താങ്ക് യു രാജേഷ്. അടുത്തതായിട്ട് നമ്മുടെ മിഡ്സോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പ്രവീൺ ഉണ്ടോ? ഡോക്ടർ പ്രവീൺ, ഹലോ ഡോക്ടർ പ്രവീൺ ഉണ്ടോ? ഹലോ, ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ പ്രോഗ്രാം പ്രോപ്പറിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ സർവീസ് സഹായി എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സർവീസ് എക്സ്പെർട്ടായിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ഡോക്ടർ സുനിൽകുമാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 20 വർഷത്തിൽ കൂടുതൽ ആരോഗ്യവകുപ്പിൽ മികച്ച സേവനത്തിന് വിവിധ അംഗീകാരങ്ങൾ നേടിയ മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ സുനിൽകുമാർ. നല്ലൊരു എഴുത്തുകാരനും സഹപ്രവർത്തകർക്ക് പ്രിയങ്കരനായ മെഡിക്കൽ ഓഫീസറും പ്രാസംഗികനുമാണ്. KGMO കോഴിക്കോട് ബ്രാഞ്ചിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, നോർത്ത് സോൺ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KGMEയുടെ മെഡിക്കൽ ഓഫീസർമാർക്ക് വേണ്ടിയുള്ള ജിയോ ബുക്ക്, സോവനിയർ മുതലായി ഇറക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ സമയത്തും COVID-19 സമയത്തും മികച്ച പ്രവർത്തനത്തിന് ജില്ല ആദരിച്ച മെഡിക്കൽ ഓഫീസറാണ്. സർവീസ് സംബന്ധമായ വിഷയങ്ങളിലും ആനുകാലിക ആരോഗ്യ സംബന്ധിച്ച വിഷയങ്ങളിലും ക്ലാസുകളിലും സംശയ നിവാരണം നടത്തുന്നുണ്ട്. സർവീസിൽ പുതുതായി ജോയിൻ ചെയ്യുന്ന മെഡിക്കൽ ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി KSR, KFC, MOP വിഷയങ്ങളിൽ നിരന്തരം ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തെ പറ്റിയുള്ള ചെറിയൊരു ഇൻട്രഡക്ഷനാണ്. ഈ ചെറിയ ഒരു ആമുഖത്തോടു കൂടി ആദരണീയനായ ഡോക്ടർ സുനിൽകുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ സുനിൽകുമാർ. സുനിൽ സാർ, ബഹുമാനപ്പെട്ട സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, സ്റ്റാർട്ട്. ഓഡിയബിൾ ആണല്ലോ അല്ലേ? ബഹുമാനപ്പെട്ട KGMI സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേഷ് സാർ, മറ്റ് നേതാക്കൾ, പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമേ എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. നമ്മുടെ സംഘടനയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് KGMI സർവീസൽ. നമ്മുടെ അംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവയ്ക്ക് വലിയ രീതിയിൽ പരിഹാരം കാണാൻ സഹായിക്കുന്ന സർവീസ് സെല്ലിന്റെ ഈ പരിപാടിയിൽ ആദ്യ പ്രോഗ്രാമിൽ തന്നെ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചത് വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ ആദ്യം തന്നെ ഞാനൊരു സർവീസ് എക്സ്പെർട്ട് ഒന്നും അവകാശപ്പെടുന്നില്ല. കാരണം ഔട്ട്റൈറ്റ് ആയിട്ട് എന്ത് ചോദിച്ചാലും സർവീസിനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പലപ്പോഴും പക്ഷേ നമ്മൾ ഉത്തരവുകൾ ശേഖരിച്ചു വെക്കുകയും ആവശ്യം വരുമ്പോൾ അത് പരിശോധിച്ച് നമുക്ക് ഉചിതമായി അത് പഠിച്ച് ഉചിതമായ നടപടികൾ എടുക്കാനും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ഏത് മെഡിക്കൽ ഓഫീസർക്കും ഒരു എക്സ്പെർട്ട് ആകാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യമായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. അതായത്, ഏത് വിഭാഗം ഡോക്ടർമാരാണ് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതെന്ന്? അത് വിവാദപരമായ ഒരു ചോദ്യമായിരിക്കും. കാരണം എല്ലാവരും യഥാർത്ഥത്തില് നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡോക്ടർമാരും ഏത് കേഡറാണെങ്കിലും ഓരോരുത്തരും അവരുടേതായ രീതിയിൽ ഒരു യുദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതില് അങ്ങേയറ്റത്ത് DHS മുതൽ ഇങ്ങേയറ്റത്ത് ഒരു ചാർജ് മെഡിക്കൽ ഓഫീസർ വരെയുള്ളവർ, ഒരു പ്രാഥമിക ആരോഗ്യ മെഡിക്കൽ ഓഫീസർ വരെയുള്ളവരുടെ ജോലിയുടെ ഒരു വ്യത്യാസം എന്നാൽ അവർ നിത്യേന എന്നോണം രോഗികൾക്ക് പുറമേ തന്നെ പൊതുജനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, ഭരണകർത്താക്കൾ, ഇതര ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ തുടങ്ങി ഒരുപാട് പേരെ ദിവസേന എന്നോണം ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ് അവർ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ട്. ഇവർ പലരും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ നമ്മൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവും.
ഇത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്നും വലിയൊരു അളവ് വരെ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലെ അല്ലെങ്കിൽ ഉത്തരവുകളിലെ അറിവ് നമുക്ക് വളരെയധികം സഹായിക്കും. നമ്മൾ സിമ്പിളായിട്ട് നമ്മളെ മെഡിക്കൽ ഓഫീസേഴ്സ് പലപ്പോഴും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മെഡിക്കൽ ഓഫീസേഴ്സ് അവരെ ഇഷ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം ഞാനിത് പറയാം. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റായി നിങ്ങൾ വളരെ നല്ല ടേംസിലാണ്, വളരെ സൗഹൃദത്തിലാണ്, വളരെ സഹകരണത്തിലാണ്. ഒരു ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ വിളിക്കുന്നു, ഒരാളെ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്, ഒരു പാവപ്പെട്ട വ്യക്തിയാണ്, ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടുത്തേക്ക് വിടുകയാണ്. നിങ്ങൾ സമ്മതിക്കുന്നു. അപ്പൊ നിങ്ങൾ OP-യിലേക്ക് ഒരു കെട്ട് കടലാസുമായി ഈ രോഗി കടന്നു വരികയാണ്. രോഗി കടന്നു വന്ന ശേഷം കടലാസൊക്കെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായത്തിനായിട്ട് ഒരു തുക. അപ്പൊ ഡോക്ടറുടെ സ്ഥിരം പറയുന്നൊരു വാക്കുണ്ട്, ചെറിയ ഒരു ഒപ്പ് മതി, വേറെ ഒന്നും വേണ്ട, എന്റെ പൈസ കിട്ടും. അല്ലെങ്കിൽ അവരെ അത്തരത്തിലാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഡോക്ടർ ഒരു ഒപ്പ് വാങ്ങി തന്നാൽ മതി, ബാക്കി സാമ്പത്തിക സഹായം ഒക്കെ ഞങ്ങൾ ശരിയാക്കി തരാം. ഇത് പലപ്പോഴും നമ്മൾ പല മെഡിക്കൽ ഓഫീസേഴ്സും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിൽ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാതിരുന്നാൽ നമ്മളെ പറഞ്ഞു വിട്ട ആളുമായിട്ടുള്ള ബന്ധം വഷളാവുമോ എന്നുള്ള സംശയം. പക്ഷെ ചിലപ്പോൾ നിയമപ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. ഈ ഒരു സമയത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ ഉത്തരവുണ്ട്. എന്താണ് ഉത്തരവ്? ഈ ഉത്തരവ് എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് കൃത്യമായി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കണമെങ്കിൽ ആ അസുഖത്തിന് ചികിത്സിച്ച ഡോക്ടറിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വേണം. കൃത്യമായ ഉത്തരവുണ്ട്. അപ്പൊ ഈ വ്യക്തി മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ എടുത്തതാണെങ്കിൽ തീർച്ചയായും അവിടെ നിന്നാണ് അതിനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. പക്ഷെ ഈ ഒരു ഉത്തരവ്, ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ ഒരു കോപ്പി നമ്മളെ കയ്യിൽ സൂക്ഷിക്കുകയും ഇത് കൺസേൺഡ് ആയിട്ടുള്ള നമ്മളെ അടുത്തേക്ക് വിടുന്ന ജനപ്രതിനിധികളായിട്ട് ഇത്തരത്തിലുള്ള ഉത്തരവ് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാം. രണ്ടാമതായി, നമ്മൾ ചികിത്സിച്ച ഒരു രോഗിയാണെങ്കിൽ തന്നെയും ഇവരുടെ മരുന്ന് വാങ്ങിയ ബില്ലുകളും എല്ലാം ഒറിജിനൽ കണ്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഇതിന് നമ്മൾ ഒപ്പിട്ട് കൊടുക്കാവൂ എന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വേണ്ടത് നമ്മളെ ജനപ്രതിനിധികളുമായി നമ്മൾ ഒരുപാട് അവസരങ്ങളിൽ ഇവരായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിലൊരു ഉത്തരവുണ്ട്. അപ്പൊ ഈ ഒരു രോഗിയെ വിടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉത്തരവ് പ്രകാരം അവർ എവിടെ നിന്നാണോ ചികിത്സ എടുത്തത് അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. എല്ലാം നമ്മുടെ പ്രാതിനിധ്യത്തിൽ വന്നിട്ട് കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രി അല്ല വരേണ്ടതെന്നും നമ്മുടെ അടുത്ത് ചികിത്സ എടുത്ത രോഗിയാണെങ്കിൽ കൃത്യമായി അതിനുള്ള ചികിത്സാ രേഖകളും ബില്ലുകൾ, പണം ചെലവായതിന്റെ രേഖകളും നമ്മുടെ അടുത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സഹായം അനുവദിക്കാൻ കഴിയുകയുള്ളൂ എന്നും ഒരു അറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കുണ്ട്. നമ്മളെ കൈമാറപ്പെട്ട സ്ഥാപനങ്ങൾ, അതായത് നമ്മളെ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള വാക്ക് പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾക്ക്, ഒരുപാട് തെറ്റിദ്ധാരണകൾ കിടന്നിരിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം മുഴുവൻ കൺസേൺഡ് ലോക്കൽ ബോഡി, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണെന്നും അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും നമ്മളെ സ്ഥാപനത്തിന് മുകളിൽ എടുക്കാം എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലും ഇവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ PHCയുടെ ഭൂമി അല്ലെങ്കിൽ സബ് സെന്ററിന്റെ ഭാഗം, ഒരു ഭൂമിയോ കെട്ടിടമോ പലപ്പോഴും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ട് അവരുടേതായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഭരണസമിതി തീരുമാനമെടുത്തിട്ട് നമുക്ക് കത്ത് തരാറുണ്ട്. പല സന്ദർഭങ്ങളിലും സബ് സെന്ററിന്റെ ഒരു ഭാഗം വെറുതെ കിടക്കാണ് ഭൂമി, അവിടെ നമുക്കൊരു അംഗനവാടി ആരംഭിക്കാം, ഒരുപാട് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ PHCയിൽ തരിശായി കിടക്കുന്ന കുറച്ച് ഭൂമിയുണ്ട്, അവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടം അവരുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കാം. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകുന്ന ഒരു അവസ്ഥ ഞാൻ അടക്കം ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. ഇത് പലർക്കും ഉണ്ടാക്കുന്ന ഒരു സംശയമാണ്, എന്ത് ചെയ്യണം, ഇതെങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്യണം, ഇത് ഫൈറ്റ് ചെയ്താൽ ഇത് നമ്മളൊരു വ്യക്തി ഒരു സൈഡിൽ, മറുവശത്ത് നമ്മളെ ലോക്കൽ ബോഡി മുഴുവനും. ഇത് പറഞ്ഞപ്പോഴും ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഈ കൈമാറ്റം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ മാത്രമേ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അവയുടെ ഉടമസ്ഥാവകാശം, നമ്മളെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും പൂർണ്ണമായ ഉടമസ്ഥാവകാശം ആരോഗ്യവകുപ്പിന് തന്നെയാണ്. അതായത് ആരോഗ്യവകുപ്പിന്റെ മേധാവിക്കാണ് അവയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം. ഈ ഉത്തരവ് നമുക്ക് കാണിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ നിഷേധിക്കേണ്ട. നമ്മുടെ
പഞ്ചായത്ത് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മളെ ലോക്കൽ ബോഡി നമ്മുടെ ഭൂമിയോ കെട്ടിടത്തിലോ അവകാശം എന്തെങ്കിലും ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാൻ നമുക്ക് വിരോധമില്ല, പക്ഷെ ഇതിന്റെ ഉടമസ്ഥന്റെ സമ്മതം വേണം, അതായത് DHSന്റെ അനുവാദം വേണം എന്ന് പറഞ്ഞ് ഇവരുടെ റിക്വസ്റ്റ് സഹിതം DHS ഇതിലേക്ക് ഫോർവേഡ് ചെയ്യുക. DHS ഉചിതമായ തീരുമാനം എടുക്കട്ടെ. പന്ത് നമ്മളെ കോർട്ടിൽ നിന്നും ഭംഗിയായി നമ്മൾ തട്ടിക്കളഞ്ഞു, നമ്മളെ സമ്മർദ്ദങ്ങൾ ഒഴിവായി. അത് ഞാൻ ഈ പറഞ്ഞ 2 എക്സാമ്പിളിലും നമ്മൾ ഉചിതമായിട്ടുള്ള ഇത് സംബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവുകൾ നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു ഉത്തരവുണ്ട് എന്നുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികളിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ചും ബ്യൂറോക്രാറ്റിക് മെല്ലേപ്പോക്ക് എന്ന് പറയുന്നത് നമ്മൾ ആരോടും പറയേണ്ട കാര്യമില്ല. എത്ര സ്ലോ ആയിട്ടാണ് നമ്മുടെ ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുള്ള കാര്യമാണ്. പക്ഷെ ഈ അവസരത്തിൽ എനിക്ക് ഒരു നിർഭാഗ്യവശാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അംഗങ്ങളൊക്കെ വളരെ, നമ്മളെ ആശുപത്രികളിലെ പ്രവർത്തനങ്ങളാണെങ്കിലും രോഗി പരിചരണമാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യുകയാണെങ്കിലും, പക്ഷെ പലപ്പോഴും ചിലരെങ്കിലും സ്വന്തം സർവീസ് കാര്യങ്ങളിൽ അത്ര തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ്. അതായത് നമ്മളെ സർവീസ് വെരിഫിക്കേഷൻ, സർവീസ് നമ്മളെ പ്രൊബേഷൻ ഡിക്ലറേഷൻ, ഗ്രേഡ് സാങ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ചിലരെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് പാസ്സാകാനൊക്കെ പലപ്പോഴും വേണ്ടത്ര തിടുക്കം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം എടുക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ അനിശ്ചിതമായി വൈകുകയും കോംപ്ലിക്കേഷൻസ് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ ഇവിടെ ഒരുപാട് ജില്ലാ നേതാക്കന്മാരുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തരും കൃത്യമായ ഒരു സർവീസ് സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടി സമയത്ത് തന്നെ അവരെ സർവീസ് വെരിഫിക്കേഷൻ കഴിയുന്നു എന്നുള്ളത്, പരീക്ഷ എഴുതുന്നു എന്നുള്ളത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നു, സമയത്ത് ഗ്രേഡ് വാങ്ങുന്നു, ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ ഇത് സംബന്ധിച്ചൊരു ബോധവൽക്കരണം ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ പ്രൊബേഷൻ ഡിക്ലറേഷന്റെ കാര്യം വരുമ്പോൾ, നമ്മൾ ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള എല്ലാ ക്രൈറ്റീരിയയും നമ്മൾ പാലിക്കേണ്ടതാണ്. ഇതിൽ പലപ്പോഴും കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ചിലപ്പോൾ പരീക്ഷ പാസ്സാകാൻ വൈകും, ചിലപ്പോൾ എഴുതാനുള്ള മടി കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ എന്തെങ്കിലും കാരണവശാൽ ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ ഈ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പിന്നെ പ്രൊബേഷൻ പീരീഡ് നമ്മൾ ഈ 3 വർഷം എന്നുള്ള പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ DHSന് കഴിയൂല. അത് ഹെൽത്ത് സെക്രട്ടറിക്ക് പോയി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തന്നെ ചെയ്യണം. അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സർവീസിലേക്ക് വലിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫോൺ ഇൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യമായിട്ട് എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊക്കെ ഓഫ് ഹാൻഡ് ആയിട്ട് ഉത്തരം പറയാമെന്ന് അവകാശപ്പെടുന്നില്ല. അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഓർഡറുകളെല്ലാം കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളത് ഒരു പ്രായോഗിക കാര്യമല്ല. നമ്മൾ പക്ഷെ അത്യാവശ്യം ഓർഡറുകൾ ശേഖരിച്ചു വെക്കുകയും അവർ റെഫർ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ മറുപടി തരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് എന്തെങ്കിലും ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി സംസാരിക്കാം. ചോദ്യം ചോദിക്കാമോ സർ? പറയൂ. ഡോക്ടർ കാവേരി ട്രിവാൻഡ്രത്ത് നിന്ന്. പറയൂ സാറ്, ഞാൻ FXC എടവായില് ജോയിൻ ചെയ്യണത് ജനുവരി അവസാനം. അപ്പൊ ഞാൻ അവിടെ കണ്ടതെന്ന് വെച്ചാല്, അവിടെ ഒരു ആംബുലൻസ് ഉണ്ട്. ഈ എം പി ഫണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു ആംബുലൻസ് ഉണ്ടല്ലോ സാറേ, 2018 പഞ്ചായത്തുകൾക്ക് കൈമാറ്റം ചെയ്ത ആംബുലൻസ്. അപ്പൊ അവിടെ ചെന്നപ്പോ മനസ്സിലാക്കിയത്, ആ ആംബുലൻസ് ജനുവരി 9 ശേഷം ഓടിയിട്ടില്ല, അതിങ്ങനെ കട്ടപ്പുറത്ത് ഇട്ടിരിക്കുക. അപ്പൊ കാര്യം അന്വേഷിച്ചപ്പം പെട്രോള് അതിനുള്ള ഫണ്ട് പഞ്ചായത്ത് കൊടുക്കുന്നില്ല എന്നാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും അത് റീടെസ്റ്റിനുള്ള സമയമായതുകൊണ്ട് ഞാൻ ആ വണ്ടി റീടെസ്റ്റിന് വിട്ടു. അപ്പൊ ഞാൻ ചെന്ന് ചാർജ് ഹാൻഡ് ഓവർ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ പാലിയേറ്റീവ് ഡ്രൈവർ 3 മാസത്തേക്ക് ഞാൻ വിദേശത്ത് പോവാണെന്ന് പറഞ്ഞൊരു ലീവ് ലെറ്റർ എഴുതി തന്നു. അപ്പൊ പെട്ടെന്ന് പാലിയേറ്റീവ് വണ്ടി ഓടിക്കാൻ എനിക്ക് വേറെ ഡ്രൈവറെ തപ്പാൻ ഒക്കത്തില്ലല്ലോ സാറേ. അപ്പൊ ഞാൻ ഈ കാര്യം പഞ്ചായത്തിൽ അറിയിക്കുകയും പഞ്ചായത്ത് സമിതി പറഞ്ഞു, തൽക്കാലം ഈ ആംബുലൻസ് ഓടിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ പാലിയേറ്റീവ് വണ്ടി ഓടിക്കട്ടെ, വണ്ടി റീടെസ്റ്റിന് പോയിരിക്കുകയല്ലേന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ റീടെസ്റ്റ് ചെയ്ത് 2 മാസത്തോളമായി വണ്ടി പുറത്തിറക്കാനുള്ള ഒരു പല ലെറ്റർ എഴുതിയിട്ടും വണ്ടി പുറത്തിറക്കാനായിട്ട് വർക്ക്ഷോപ്പിൽ അടയ്ക്കാനുള്ള പൈസ അവർ തരുന്നില്ല. അപ്പൊ മുൻപുള്ള കണക്കുകളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ ഡ്രൈവറെ കോവിഡ് പദ്ധതി പ്രകാരം ഉള്ള ശമ്പളം, കോവിഡ് പ്രോജക്ട് വഴിയാണ് അദ്ദേഹത്തിന് ആദ്യം ശമ്പളം കൊടുത്തോണ്ടിരുന്നത്. ആ സാലറി എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ഓർഡർ ഉണ്ടല്ലോ, 2021 ഓർഡർ,
ഹലോ, പറയൂ. ദിവസവേതന കരാറിൽ ഇയാളെ നിയമിക്കുകയും എന്നിട്ട് 27 ദിവസത്തെ ശമ്പളം കൺസോളിഡേറ്റഡ് ആയി ഇയാൾക്ക് 19,710 രൂപ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യാണ്. മാത്രമല്ല നൈറ്റിന് എങ്ങനെ ഒരു കോള് വന്നാല് ദിവസവേതനത്തിന് 730 പകുതിയായ 360 രൂപയും കൂടെ അയാൾക്ക് ചേർത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജനുവരി മാസത്തിൽ ആകെപ്പാടെ 4 ദിവസമേ ഓടിയിട്ടുള്ളൂ വണ്ടി റീടെസ്റ്റിന് പോയി. അപ്പൊ ജനുവരി മാസത്തെ ശമ്പളം ഞാൻ എങ്ങനെ കൊടുക്കുക? ഏത് രീതിയിൽ കൊടുക്കണം? അല്ല, ഒരു മിനിറ്റ്. ഇതില് ഇയാൾ ഇപ്പൊ സാലറി കൊടുത്തോണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഈ ഇപ്പൊ പാലിയേറ്റീവ് വണ്ടി ഓടിക്കുന്നുണ്ടോ? ഇപ്പൊ പാലിയേറ്റീവ് വണ്ടി ഓടിക്കുന്നുണ്ട്. പാലിയേറ്റീവിന്റെ ഈ 20 ദിവസത്തെ ഓടുമ്പോൾ ഒരു സാലറി ഉണ്ടല്ലോ സാർ, ഫിക്സഡ് അല്ലേ? അതാ കൊടുക്കുന്നത്. അതിപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം അങ്ങനെ ആ സാലറിയാണ് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് അറിയേണ്ടത് ഞാൻ അതിന് മുമ്പേ ഉള്ള സംഭവമാണ്, ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ഈ ജനുവരിയിലെയും ഡിസംബറിൽ ഇപ്പൊ അയാളുടെ വൗച്ചർ എഴുതി വന്നിട്ടുണ്ട്. 20,000 ചില്ലാനം രൂപ വൗച്ചർ അവിടെ പഞ്ചായത്തിൽ കൊടുത്തിരിക്കുക അയാള്. ഞാനത് പാസ്സാക്കണ്ടെന്ന് പറഞ്ഞു. കാരണം 27 സാർ അയാള് പല ദിവസങ്ങളിലും ഓട്ടോ ഇല്ല, വണ്ടിക്ക് ആംബുലൻസിന് ഓട്ടോ ഇല്ല. അപ്പൊ ഇയാൾ വന്ന് ഒപ്പിട്ടിട്ട് വെറുതെ ഇരിക്കുക അവിടെ. അപ്പൊ മുമ്പിരുന്ന മെഡിക്കൽ ഓഫീസർമാരെല്ലാം തന്നെ 27 ദിവസത്തെ ശമ്പളം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 19,710 രൂപ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് ഓടുന്നെങ്കിൽ ഈ ഏത് ദിവസമാണോ നൈറ്റ് ഓടുന്നത് അപ്പൊ 730 പകുതി കൂടി ചേർത്തുള്ള വൗച്ചർ പാസ്സാക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? അല്ല, ഒരു മിനിറ്റ്. ഇയാളെ എങ്ങനെയാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? ഇയാളെ കരാർ അടിസ്ഥാനത്തിലാണോ ദിവസവേതന അടിസ്ഥാനത്തിലാണോ? സാർ ദിവസവേതന അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ട് നിയമന ഉത്തരവ് അവിടെയുണ്ട്. പക്ഷെ കരാറൊന്നും എഴുതിയിട്ടില്ല. ആ ഓഫീസിൽ ആരും കരാർ എഴുതിയിട്ടില്ല. ഒറ്റ സ്റ്റാഫ് പോലും കരാർ വെച്ചിട്ടില്ല. ഇപ്പൊ ഞാനിപ്പോ ചെന്നിട്ട് LSGD ഡോക്ടർക്ക് കരാർ വെച്ചു. അപ്പൊ ഇനി മറ്റുള്ളവരൊക്കെ കരാർ വെക്കാൻ ആ സമയമാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഇലക്ഷന്റെ ഇത് കഴിഞ്ഞിട്ടേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇതില് കൃത്യമായിട്ടുള്ള ഒരു കാര്യം, ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവര് ജോലി ചെയ്യാത്ത ദിവസങ്ങളിൽ അവർക്ക് വേതനമില്ല. അപ്പൊ വാഹനം സർവീസബിൾ അല്ലെങ്കിൽ അവർക്ക് വേതനം കൊടുക്കാൻ പറ്റില്ല. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണത്. കാരണം പിന്നെ ഒരു കാര്യം ഞാൻ വെച്ചാൽ നമ്മൾ നിയമനത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമ്മളൊരു നിർഭാഗ്യം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ദിവസവേതന അടിസ്ഥാനത്തിൽ 179 ദിവസത്തേക്ക് ഒരു കരാർ വെക്കാനേ പാടുള്ളൂ. എന്താണ് ഈ 179? എന്തുകൊണ്ടാണ് 169 ആകുന്നില്ല അല്ലെങ്കിൽ 189 ആകുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതൊരു ഉത്തരവ് പ്രകാരം 6 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി സർവീസ് ചെയ്താൽ അവർക്ക് ജോലിക്ക് പെർമനന്റ് ക്ലെയിം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി, ഒരു കോടതിയെ സമീപിക്കാൻ. ഇപ്പൊ ഈ 6 മാസ കാലാവധി, ഈ 6 മാസം എന്നുള്ളത് നമ്മൾ 180 ഡേയ്സ് എന്നുള്ളതാണ് കണക്കാക്കിയിട്ടാണ് ഈ 179 ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പൊ 179 ഡേയ്സ് കരാർ വെച്ച് ജോലി ചെയ്ത് അതിനുശേഷം ബ്രേക്ക് ഇട്ടിട്ട് ശേഷം മാത്രമേ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റൂ. അപ്പൊ നിർഭാഗ്യവശാൽ പലരും ചെയ്യുന്നില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നമാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിർബന്ധമായിട്ട് അവരൊരു ദിവസവേതനാടിസ്ഥാനത്തിൽ പോസ്റ്റ് ചെയ്താണെങ്കിൽ വാഹനം സർവീസബിൾ അല്ലെങ്കിൽ പക്ഷെ അതേസമയം വാഹനം അവിടെ ഉണ്ട്, അവരുടെ ഡ്യൂട്ടിക്ക് എത്തുന്നുണ്ട്. കാരണം ആംബുലൻസ് ആണ്, ഏത് സമയത്താണ് നമ്മൾ ഓടിയ ദിവസം മാത്രമേ പൈസ കൊടുക്കാൻ പറ്റുമെന്ന്. വാഹനം സർവീസബിൾ ആണ്, അവിടെ ഉണ്ട്, ആൾ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവര് വേതനത്തിന് അർഹതയുണ്ട് അവർക്ക്. കാരണം ആംബുലൻസ് ഏത് സമയത്തൊരു എമർജൻസിക്ക് വന്നാലും ആംബുലൻസ് ആവശ്യമായിട്ട് വരും. പക്ഷേ ആംബുലൻസ് സർവീസബിൾ അല്ലെങ്കിൽ ഓടുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് ഫണ്ട് അടയ്ക്കാതെ പെട്രോളിന്റെ പൈസ എന്തെങ്കിലും വെച്ചാൽ ആംബുലൻസ് അവിടെ സർവീസിൽ ഇല്ലെങ്കിൽ അയാൾ വരേണ്ട ആവശ്യമില്ല. പിന്നെ ദിവസവേതന അയാൾ വരാത്ത ദിവസം നമ്മൾ വേതനം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വണ്ടി ഇവിടെ ഓടാനുള്ള റെഡി ആണെങ്കിൽ അയാൾ വന്നു, പക്ഷെ അന്ന് ഓട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പൈസ കൊടുക്കുന്നതിൽ തെറ്റില്ല. അയാൾ പറയുന്നതെന്ന് വെച്ചാല് പെട്രോളിന്റെ പൈസ അടയ്ക്കാത്തത് പഞ്ചായത്താണ്, അത് അയാളുടെ കുഴപ്പമല്ലല്ലോ, അയാൾ അവിടെ വന്ന് ഒപ്പിട്ടിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല. അത് അയാളുടെ കുഴപ്പമാണെങ്കിൽ നമ്മളൊരു അങ്ങനെ ദിവസവേതന അടിസ്ഥാനത്തിൽ അവർ ജോലി ചെയ്യുന്ന ദിവസങ്ങൾക്ക് മാത്രമേ വേതനമുള്ളൂ. അപ്പൊ അവരുടെ സേവനം എപ്പോ വേണമെങ്കിലും നിർത്താനോ അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ആവശ്യാനുസരണം മാത്രം അവർ ഇതാക്കാം. അല്ലാതെ അവർക്ക് നമ്മൾ ദിവസവേതന അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് വാഹനം അവിടെ ഇല്ലെങ്കിൽ അത് കൊടുക്കുന്നത് നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ്. സാർ, ഒരു സംശയം കൂടെ, അതായത് ഇപ്പൊ പാലിയേറ്റീവിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരു പുതിയ ഡ്രൈവറെ അവര് നിയമിച്ചു, അവര് ഇന്റർവ്യൂ ചെയ്ത് നിയമിച്ചിട്ടുണ്ട്. പക്ഷെ നിയമന ഉത്തരവ് എനിക്ക് അയച്ചു തരുന്നത് ഈ ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് ഞാൻ കരാറൊന്നും എഴുതിയില്ല. ഞാൻ ജൂൺ 4 ഈ കോഡ് ഓഫ് കണ്ടക്ട് കഴിഞ്ഞതിന് ശേഷം കരാർ എഴുതാന്ന് വെച്ചു. കാരണം ഇയാൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ വണ്ടി, ഈ ആംബുലൻസ് ഡ്രൈവർ ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ ഇടയ്ക്ക് കയറി മറ്റേയാൾക്ക് ഞാൻ കരാർ എഴുതുന്നത് എങ്ങനെ? അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഇനിയിപ്പോ ഈ വണ്ടി ഇപ്പം റീടെസ്റ്റ് പോയി വർക്ക്ഷോപ്പിൽ കിടക്കുക, വണ്ടിക്ക് അവര് പഞ്ചായത്ത് പൈസ തരുന്നില്ല, വണ്ടി പുറത്തിറക്കാൻ നിവൃത്തിയില്ല. അത് ഞാൻ DMOയ്ക്ക് കത്ത് മുഖേന അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജൂൺ 4 ഈ കോഡ് ഓഫ് കണ്ടക്ട് കഴിയുമ്പോൾ പാലിയേറ്റീവിന്റെ വണ്ടി പുതിയ പാലിയേറ്റീവ് ഡ്രൈവർ ഓടിക്കും. അപ്പൊ ഇയാൾ വന്ന് അവിടെ ഒപ്പിടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സാർ? ഇയാളെ പിരിച്ചുവിടണോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? വേണ്ട, അയാളെ സർവീസ് ഇപ്പൊ ആവശ്യമില്ല, അത്രേ ഉള്ളൂ. കാരണം നമ്മളൊരു പ്രശ്നം എന്ന് വെച്ചാല്
ഈ പിന്നെ ഈ ദിവസവേതന അടിസ്ഥാനമുള്ളവരെ നമ്മൾ എപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അവരെ ജോലി ഇല്ലെങ്കിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാം. അവർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രം അവർ ഇനി ആവശ്യം വരികയാണെങ്കിൽ മാത്രം അവർ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ എഴുത്തായിട്ട് അയാൾക്ക് കൊടുക്കണോ? എങ്ങനെ നിങ്ങൾക്ക് അത് തൽക്കാലം ഇപ്പൊ ആവശ്യമില്ല? സേവനം ആവശ്യമില്ല, ആവശ്യമുള്ള അറിയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം അവരുടെ സേവനം. അല്ലെങ്കിൽ അവരിപ്പോ ഓക്കെ വാഹനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അവരുടെ സേവനം ആവശ്യമില്ല എന്ന് പറയാം. കാരണം ഇപ്പൊ അങ്ങനെ സർവീസ് അവിടെ ഇല്ലല്ലോ. വണ്ടി ഇല്ലാതെ നമ്മൾ ഡ്രൈവർക്ക് പൈസ കൊടുക്കുന്ന ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ സാർ. ഈ പിന്നെ ഞാൻ അവസരത്തിൽ പറയൂ. LSGD ഡോക്ടറുടെ അവരെ നിയമിച്ചിരുന്നു. അവിടെ ഒരു LSGD ഡോക്ടറെ നിയമിച്ചിരുന്നു. ആ. അതൊന്നും കരാറൊന്നും വെച്ചിട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ മറ്റേ റദ്ദാക്കിയ സാലറി 63,700 റദ്ദാക്കിയ ഒരു ഓർഡർ ഉണ്ടല്ലോ സാറേ, അതെ അതെ. 63,700 അതിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് അത് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു അത് റദ്ദാക്കിയ സാലറിയാണ്, തരാൻ പറ്റത്തില്ല. അയാളെ അയാളുടെ നിയമന ഉത്തരവ് എടുത്തു വന്നപ്പോ ദിവസവേതന എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതിനകത്ത്, ദിവസവേതനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ദിവസവേതനത്തിന്റെ പരമാവധി സാലറി 52 സംതിങ് ആണ്, അതേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കൊടുത്തു. അപ്പൊ ഇയാളുടെ 2 അടുത്ത ബന്ധുക്കള് പിന്നെ എന്താ പറയാ പഞ്ചായത്ത് മെമ്പർമാരാണ്. പഞ്ചായത്ത് സമിതി കൂടി എന്നെ വിളിപ്പിച്ചിട്ട് റദ്ദാക്കിയ റദ്ദാക്കിയ ഉത്തരവിൽ ഞാൻ സാലറി കൊടുക്കണമെന്ന് പറഞ്ഞ് അവര് പ്രമേയം പാസ്സാക്കി. ഞാൻ വിയോജിപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷെ ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. നിങ്ങൾ ഈ റദ്ദാക്കിയ ഉത്തരവിലും പേരിലുള്ള സാലറിയാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, അത് സാധ്യമല്ല. അതുകൊണ്ട് അതിനൊക്കെ സ്പെഷ്യൽ ഓർഡർ എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തു, പഞ്ചായത്തിന് കത്ത് കൊടുത്തു. അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറി എനിക്ക് മറുപടി തന്നു, ഉചിതമായ തീരുമാനം ഡോക്ടർക്ക് കൈക്കൊള്ളാവുന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചൊരു മറുപടി തന്നു. പക്ഷെ ആ ഒരു പഞ്ചായത്ത് സമിതി കൂടി അയാളെ മാസവേതനം അയാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. മാസവേതനം അതിൽ തെറ്റുണ്ടോ? അല്ല, ഇത് 2 രീതിയിൽ നമുക്ക് ഒരാളെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ദിവസവേതനാടിസ്ഥാനത്തിലും ചെയ്യാം, മാസ കരാറടിസ്ഥാനത്തിലും നിയമിക്കാം. ദിവസവേതനാടിസ്ഥാനത്തിലാവുമ്പോൾ നമുക്ക് എത്ര ദിവസം വർക്ക് ചെയ്തു, അതായത് അന്ന് സൺഡേസ് ഇല്ല, പിന്നെ ഹോളിഡേയ്സും നമുക്ക് ഇല്ല, അല്ലാത്ത ഒഴിവുള്ള വർക്ക് ചെയ്ത ദിവസത്തെ വേതനം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. പറയട്ടെ. അപ്പൊ അതിൽ ഈ ദിവസവേതനാടിസ്ഥാനത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവര് 179 ദിവസം മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. 179 ദിവസമേ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അവർ വർക്ക് ചെയ്യുന്ന ദിവസം സാലറി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അവർക്ക് ലീവോ അല്ലെങ്കിൽ പിന്നെ ഹോളിഡേയ്സോ പിന്നെ വീക്ക്ലി ഓഫോ എടുക്കാൻ അനുവാദമില്ല. ആ രീതിയിലാണ് നമ്മൾ ഇല്ല അവർക്ക് ഇത് മാത്രം വീക്ക്ലി ഓഫ് എടുക്കാം. പക്ഷെ ആ വേതനം വർക്ക് ചെയ്ത ദിവസം മാത്രമേ ഉണ്ടാവും. മനസ്സിലായി. കരാറടിസ്ഥാനത്തിലാണെങ്കിൽ അവർക്ക് വീക്ക്ലി ഓഫിന് എടുക്കാം. അവർക്ക് മാസം 1.5 ക്യാഷ് ലീവ് എടുക്കാം. മറ്റ് ലീവുകൾ ബാധകമല്ല. അപ്പൊ അതായത് LSGDയുടെ ഡോക്ടർക്ക് മാസം 1.5 ക്യാഷ് ലീവ് എടുക്കാം അല്ലെ? NHMന്റെ പോലത്തെ ഹോളിഡേയ്സ് ബാധകമല്ല. അവർക്ക് 1.5 ലീവ് എടുക്കാം. അപ്പൊ അവർക്ക് വ്യത്യാസം എന്താ വെച്ചാൽ അവർക്ക് കുറച്ചൊരു സാലറി കൂടും. കാരണം ഒരു 57,000 സംതിങ് വരും. കാരണം ആ 4 ദിവസത്തെ വേതനം കൂടി അവർക്ക് കിട്ടും. ഒരിക്കലും 63,000 ഒരിക്കലും എത്തില്ല. കാരണം 52,000 സംതിങ് വരുന്നത് അവർ 27 ദിവസത്തെ വേതനമാണ്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ദിവസം സൺഡേസ് ഒഴിവാക്കിയിട്ടുള്ള വേതനമാണ്. മറിച്ച് അവർ മാസവേതനത്തിലാണെങ്കിൽ അവർക്ക് ശമ്പളത്തോടുള്ള വീക്ക് ഓഫിന് അർഹതയുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി റിസ്ക് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ. വീക്ക് ഓഫ് നമ്മൾ ഡെയിലി വേജസിലാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവരെ അറ്റൻഡൻസ് സൈൻ ചെയ്യരുത്, പ്രസന്റ് മാർക്ക് ചെയ്യാനേ പാടുള്ളൂ. അല്ല സാറേ, ഇവര് പഞ്ചായത്ത് സമിതി കൂടി ഇയാളെ മാസവേതനത്തിൽ നിയമിക്കണം പറഞ്ഞിട്ട് ഉത്തരവ് തന്നു എനിക്ക്. നമുക്ക് മാസവേതനത്തിൽ ചെയ്യാം, കരാറടിസ്ഥാനത്തിൽ നിയമിക്കാം. പക്ഷെ അപ്പോൾ അതിന്റെ ഉത്തരവുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് 2 വ്യത്യാസങ്ങളേ ഉള്ളൂ. ദിവസമുള്ള സാലറി 1,910 ആണെന്നാണ് എന്റെ ഓർമ്മ. 110 ആണോ 1,960 ആണോ എന്നല്ല കറക്റ്റ്. ആ ദിവസം എമൗണ്ട് ഡെയിലി കൊടുക്കുന്ന എമൗണ്ട് സെയിം ആണ്. പക്ഷെ അതിൽ അവർക്ക് വ്യത്യാസം ഒരു ദിവസം ശമ്പളത്തോടുള്ള അവധി, ഒരു ആഴ്ചയിൽ ഒരു ദിവസം ശമ്പളത്തോടുകൂടിയിട്ടുള്ള അവധി ഉണ്ട്, പ്ലസ് ഒരു 1.5 ക്യാഷ് ലീവ് ഉണ്ട്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി സാലറിയിൽ ചെറിയൊരു ഇൻക്രീസ് വരും. 4 ദിവസത്തെ അതിനൊരു ഓർഡർ ഉണ്ടോ സാറേ? ഈ LSGDയുടെ ഈ കരാർ അതിനൊരു ഓർഡർ, ഈ ഹോളിഡേസ് നോക്കട്ടെ, ഒന്ന് ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് അയക്കാം. ലീവിന് അർഹത കിട്ടൂലേ അപ്പൊ മാസവേതനത്തിലാണെങ്കിൽ? ഏതാ? അവർക്ക് മെറ്റേണിറ്റി ലീവിന് അർഹത ഉണ്ടാവൂലേ മാസവേതനം ആണെങ്കിൽ? ക്ലാരിഫൈ ചെയ്തിട്ട് പറഞ്ഞുതരാം. അതൊരു നമുക്ക് എപ്പോഴും നമ്മളൊരു ചാർജ് മെഡിക്കൽ ഓഫീസർ നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് ഈ പിന്നെ ദിവസവേതനാടിസ്ഥാനമാണ് നമ്മളെ സംബന്ധിച്ച് സേഫർ ഓപ്ഷൻ. മറ്റത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് കൂടുതൽ അവർക്ക് ജോലിക്കുള്ള പിന്നെ ക്ലെയിമും സംഗതിയൊക്കെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളെ സംബന്ധിച്ച് ദിവസവേതനാടിസ്ഥാനമാണ് കൂടുതൽ. പക്ഷെ മെറ്റേണിറ്റി ലീവ് ഞാൻ ഒന്ന് അത് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. കാരണം ഈ ദിവസവേതനത്തിൽ ശമ്പളം കുറവായതുകൊണ്ട് അയാൾ ഇവിടെ വർക്ക് ചെയ്യത്തില്ല, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പഞ്ചായത്ത്
മാസവേതന ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് തീരുമാനം എടുത്ത് തന്നിട്ടുണ്ട് എനിക്ക്. അല്ല, മാസവേതനത്തിന്റെ അടിസ്ഥാനത്തിലാക്കാം. പക്ഷെ അപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള വ്യത്യാസം നമ്മൾ കുറച്ച് സാലറി 57,000 അതിന്റെ ഓർഡർ ഞാൻ അയച്ചു തരാം ഡോക്ടർക്ക്. അതില് മാസവേതന അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോൾ ആ 4 ദിവസത്തെ സാലറി കൂടും, 1.5 ക്യാഷ് ലീവും വരും. അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും. ഹോളിഡേസ് അവൈൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്ന് അയച്ചു തരണേ സാറേ. ഹോളിഡേസ് അവൈൽ പിന്നെ ചെയ്യാൻ അവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ 179 ദിവസം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവരെ ടെർമിനേറ്റ് ചെയ്തിട്ട് അതേ ആളെ തന്നെ എടുക്കണോ, അല്ലെങ്കിൽ പുതിയൊരു ഇന്റർവ്യൂ നടത്തിയിട്ട് വീണ്ടും നിയമിക്കണോ എന്നുള്ളൊരു സംശയം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ 170 ദിവസം കഴിഞ്ഞു, ടെർമിനേറ്റ് ചെയ്തു, പിന്നെ എന്ത് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പിന്നെ അവരെ പുനർനിയമിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. തീർച്ചയായും നമ്മൾ ഓരോ 170 ദിവസം കഴിയുമ്പോഴും അവരെ പുനർനിയമിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ വേണമെങ്കിൽ പുനർനിയമിക്കുകയും ചെയ്യാം. അവർ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ പുനർനിയമിക്കാം. പക്ഷേ പുനർനിയമിക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ആ പോസ്റ്റിലേക്കുള്ള ജീവനക്കാരന്റെ സേവനം ആവശ്യമാണ് എന്നുള്ള ഒരു കത്ത് കൺസേൺഡ് ഭാഗത്ത് നമ്മൾ വാങ്ങിക്കണം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഫാർമസിസ്റ്റിനെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിങ്ങൾ നിയമിച്ചു എന്ന് കരുതുക. അപ്പോൾ അവർ 170 ദിവസം കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്തു. ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ചീഫ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന ഫാർമസിസ്റ്റിന്റെ ഒരു ലെറ്റർ വാങ്ങിക്കുക. ഈ ഫാർമസിസ്റ്റിന്റെ സേവനം അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന്റെ സേവനം തുടർന്നും ഈ സ്ഥാപനത്തിൽ ആവശ്യമായതിനാൽ ആളെ നിയമിക്കണം, ഈ ആളെ തന്നെ നിയമിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ലെറ്റർ വാങ്ങിക്കാം. രണ്ടാമതായിട്ട്, ഈ വ്യക്തിയുടെ സേവനം തൃപ്തികരമാണ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇമീഡിയറ്റ് സൂപ്പർവൈസർ ലെറ്റർ വാങ്ങിക്കുക. മൂന്നാമതായിട്ട്, HMC നിയമിക്കുകയാണെങ്കിൽ HMCയുടെ അംഗീകാരം വേണം. ഈ 3 സാധനങ്ങൾ നിങ്ങളെ നിയമനത്തെ സാധൂകരിക്കും. എന്തുകൊണ്ടാണ് ഇതേ വ്യക്തിക്ക് വീണ്ടും നിയമനം കൊടുത്തതെന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ അൺഡ്യൂവായിട്ടൊരു ഫേവർ ചെയ്യുകയാണ് എന്നുള്ളത് വരികയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇതാണ് ഈ 3 കാര്യങ്ങൾ. ആ ഒരു വ്യക്തിയുടെ സേവനം അവിടെ ആവശ്യമാണെന്നും ഈ വ്യക്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതും, മൂന്നാമതായിട്ട് ഇതിന്റെ കൺസേൺഡ് പോസ്റ്റിംഗ് അതോറിറ്റിയുടെ നമ്മൾ അംഗീകാരവും. ഇത് HMC ആണെങ്കിൽ HMCയുടെ അംഗീകാരം. ഇത് 3 വാങ്ങി വെച്ചിട്ട് അതേ വ്യക്തിയോട് തന്നെ ബ്രേക്ക് എടുത്ത ശേഷം കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് ആവശ്യപ്പെടാം. നമുക്ക് ഈ 170 ഡേയ്സിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മൾ എല്ലാ വ്യക്തികളും ചിലപ്പോൾ നമ്മൾ റിക്വയർഡ് ലെവൽ ആയിരിക്കണമെന്നില്ല, എന്നാലും നമുക്ക് അവരുടെ പിന്നെ പ്രവർത്തനം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റുകയും ചെയ്യാം. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്, അവർ തുടരണോ അല്ലെങ്കിൽ അവരെ പുതിയ ആളെ നിയമിക്കണോ എന്നുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണത്. ഇതിന്റെ കൂടെ സുനിൽ സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങളുടെ ഹോസ്പിറ്റലില് തിയേറ്ററിലേക്ക് ഒരു തിയേറ്റർ ടെക്നീഷ്യൻ മറ്റേ എംപ്ലോയ്മെന്റിന്റെ ഒരു ലിസ്റ്റ് വാങ്ങി ഇന്റർവ്യൂ ഇട്ട് എടുത്തതാണ്. അവരുടെ സാലറി കൊടുക്കുന്നത് HMC ആണ്. അപ്പൊ അവര് ഇപ്പോ 179 ഡേയ്സ് കഴിയാണ് ഇപ്പോൾ. അപ്പൊ അവരിങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, എന്നെ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത്, ഈ എംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവരെടുക്കാൻ പറ്റില്ല, പുതിയ ലിസ്റ്റ് വെച്ച് ഇന്റർവ്യൂ ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു എങ്ങനെയാണ്, അതായത് അത് നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു റെക്കമെൻഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുമോ? HMC തീരുമാനം എടുത്തിട്ട് ചെയ്യാതെ, HMC തീരുമാനം എടുത്തിട്ട് അവരെ ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല. ഈ നമ്മൾ എപ്പോഴും ഇതിൽ ചെറിയ പ്രോബ്ലം വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ ഇവർ അവസാനിക്കുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അപ്പൊ HMC മീറ്റിംഗ് ഈ കോഡ് ഓഫ് കണ്ടക്ട് കഴിയാതെ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് സൂപ്രണ്ട് തീരുമാനം എടുത്തു, അങ്ങനെ പുതിയ ആളെ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് പുതിയ ലിസ്റ്റ് വെച്ചിട്ട് ഇന്റർവ്യൂ നടത്താൻ പോവുകയാണ് അവര്. അല്ലെ, നമ്മൾ പലപ്പോഴും നമ്മൾ HMCയുടെ ഒരു പ്രശ്നമാണ്. കാരണം HMC നമുക്കറിയാം എപ്പോഴും കൺവീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യാറെന്ന് വെച്ചാൽ HMC നമ്മൾ എടുക്കുന്ന എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ HMC അത് അംഗീകരിച്ചാൽ മതി നമ്മളെ തീരുമാനം. നമ്മൾ അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യാറെന്ന് വെച്ചാൽ, HMC എന്നാൽ മിക്കവാറും നമ്മളെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനോ ആയിരിക്കും. അപ്പൊ ഇവരോട് നമ്മൾ ആദ്യം തന്നെ സംസാരിച്ച് ഇങ്ങനൊരു തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമാണ്, അവരോട് സംസാരിച്ച് അവർ ഓക്കെ പറഞ്ഞ ശേഷം, അല്ലെങ്കിൽ അത് കൺസേൺഡ് ആൾക്കാരെ സംസാരിച്ച് ഇവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത HMC മീറ്റിംഗിൽ ഈ എടുത്ത തീരുമാനം അംഗീകരിച്ചാൽ മതി. നമ്മൾ HMC അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഓരോ ചെറിയ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ HMC വിളിച്ചു കൂട്ടുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പൊ നമ്മൾ അവരെ സംസാരിച്ച് അവർ അനുവാദം വാങ്ങിയ ശേഷം അടുത്ത HMC മീറ്റിംഗിൽ ആ വിവരം വെച്ച് നമ്മളത് ആ തീരുമാനത്തിന് അംഗീകാരം വാങ്ങിച്ചാൽ മതി. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോ എംപ്ലോയ്മെന്റ് ലിസ്റ്റ് എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടിന്യൂ ചെയ്യാം, ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ശരി ശരി. പക്ഷേ സൂപ്രണ്ട് ഒരു തീരുമാനം എടുക്കണമല്ലേ? ഡിസ്ക്രിപ്ഷനാണ്. കാരണം അത് വെച്ചാൽ ഒരു ചാർജ് മേടിക്കുക, അത് അവിടെ സ്ഥാപനത്തിന്റെ ചാർജുള്ള ആൾക്ക് അവർക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് എങ്ങനെ വേണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം എങ്ങനെയെന്നുള്ളത്. അവർക്ക് അത് കണ്ടിന്യൂ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് അവർ നമ്മുടെ ആ വ്യക്തി വേണ്ട പുതിയ രീതിയിൽ പോകാന്ന് പറഞ്ഞാൽ അതങ്ങനെ ചെയ്യാം. അതിൽ പിന്നെ ഈ എംപ്ലോയ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും നമ്മൾ ഈ ലോക്കൽ ഇന്റർവ്യൂ നടത്തി എംപ്ലോയ്മെന്റ് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, എംപ്ലോയ്മെന്റ് നമ്മൾ വിളിക്കുമ്പോൾ ചില ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ
പ്രാദേശികമായി നമ്മുടെ ഇന്റർവ്യൂ നടത്തി മാത്രം എടുക്കുമ്പോൾ ഭയങ്കര കക്ഷി രാഷ്ട്രീയ അതിപ്രസരം അവരെ എടുക്കണം, ഈ പാർട്ടിക്കാരെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സമ്മർദ്ദങ്ങൾ വരും. പക്ഷെ താരതമ്യേന അത് നമുക്കിത് കുറവായിരിക്കും എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കും. പക്ഷെ എംപ്ലോയ്മെന്റിലെ പ്രശ്നം എന്താ വെച്ചാൽ എംപ്ലോയ്മെന്റിൽ പലപ്പോഴും അവർ എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്ത ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും വിളിക്കുക. അപ്പൊ പലപ്പോഴും സാർ ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വിട്ട് വേറെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കുറെ വർഷമായിട്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും പലപ്പോഴും വരിക. പിന്നെ വളരെ ദൂരെയുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ പ്രാദേശിക ഇന്റർവ്യൂ നടത്തുമ്പോൾ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും വർക്കിന് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും വരിക. ഇത് വളരെ ദൂരെയുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ചിലപ്പോൾ വർക്കിന് താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അതിൽ ഇത്ര സ്കിൽ ഉണ്ടാവണമെന്നില്ല. മൂന്നാമതായിട്ട് അവര് ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ കൊണ്ട് പലപ്പോഴും നമ്മൾ ലോക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ നല്ലതാണ്. പക്ഷെ അതിൽ നിങ്ങളൊരു പിന്നെ അതിൽ ഇന്റർവ്യൂ അംഗങ്ങളും പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പ് അല്ലെ HMC അംഗങ്ങളുടെ ഒക്കെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ഇന്റർവ്യൂ നടത്തിയിട്ടാണ് എടുക്കാം. പക്ഷെ നമ്മളെ സേഫർ സൈഡ് എപ്പോഴും HMC വഴിയാണ്. പക്ഷെ HMC ഒരാളെ പോസ്റ്റ് ചെയ്ത ആളെ നമ്മൾ പിന്നെ ബ്രേക്ക് എടുത്തിട്ട് റീപോസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പ്രൊവൈഡഡ് HMC അംഗീകാരം വേണം. ഇപ്പൊ ഡോക്ടർ സച്ചിൻ ഒരു ജിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഇതിൽ കാണാൻ പറ്റുമോ അതോ വാട്സാപ്പിൽ കിട്ടാനല്ലേ കാണാൻ പറ്റുള്ളൂ? drivegoogle.com എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ സച്ചിൻ വേണ്ട. ഡോക്ടർ സച്ചിൻ സംസാരിക്കും. ഡോക്ടർ എന്നെക്കാളും സർവീസിൽ ഞാൻ ഷാരോണിനോട് പറയുന്നത് ഈ വിഷയത്തിൽ എന്നെക്കാളും സംസാരിക്കാൻ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ സച്ചിൻ. ഒരു ജിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ, മറ്റേ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിപ്പോ വാട്സാപ്പിലേക്ക് തരാനല്ലേ പറ്റുള്ളൂ? സാർ ഞാൻ നോക്കിയപ്പോ കണ്ടത് പെയ്ഡ് വീക്ക് ഓഫ് കിട്ടും എന്നുള്ള രീതിയിലാണ്. എനിക്കത് ക്ലാരിറ്റി ഇല്ല. ഞാൻ അതുകൊണ്ട് ജിയോ ഇട്ടുന്നേ ഉള്ളൂ. എനിക്കത് ഉറപ്പില്ല. അതായത് അത് പക്ഷേ സാർ പറഞ്ഞ പോലെ ഡെയിലി വേജസ്കാർക്കാണോ അതോ കോൺട്രാക്ട് വേജസ്കാർക്കാണോ എന്ന് അറിയില്ല. നമുക്കതൊന്ന് നോക്കേണ്ടി വരും സാർ. അതായത് കാരണം ലേബർ റൂൾസ് പറയുന്നത് ഒരാൾ 6 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എലിജിബിൾ ഫോർ എ വീക്ക് ഓഫ് എന്നുള്ളതാണ്, 6 days വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ അത് ഡെയിലി വേജസ്കാർക്കാണോ കോൺട്രാക്ട് വേജസ്കാർക്കാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതേ ഉള്ളൂ സാർ. നമുക്ക് നോക്കിയിട്ട് പറയാം സാർ. ഞാനത് ഗ്രൂപ്പിലും ഷെയർ ചെയ്യാം. അത് മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ കൊള്ളാമായിരുന്നു. തീർച്ചയായും സാർ, തീർച്ചയായും. ശരി സുനിൽ സാർ. എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. അതായത് ഞാൻ ഈ FHC എടവാന്നുള്ള സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട വേറൊരു കാര്യം, LSGDയുടെ ഭാഗത്തുനിന്ന് ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ സാറേ. അവിടെ ഇപ്പൊ ഫാർമസിസ്റ്റ് PSC ഫാർമസിസ്റ്റും ഉണ്ട്, 2 LSGD ഫാർമസിസ്റ്റ് ഉണ്ട്. 2 പേരും 15 ദിവസം വീതം ജോലി ചെയ്യുന്നുണ്ട്. അതെങ്ങനെ പ്രൊജക്ട് വഴിയാണോ ഓൺ ഫണ്ട് വഴിയാണോ എങ്ങനെ ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? HMC എങ്ങനെയാണ്? HMC അല്ല, ഇവരുടെ ഈ പ്രൊജക്ടിന്റെ പിന്നെ ഈ ആർദ്രം പ്രോജക്ട് വഴിയാണ് ശമ്പളം കൊടുക്കുന്നത്. ആ ശമ്പളം തന്നെ ഒരു LSGD ഫാർമസിസ്റ്റിന് കൊടുക്കാൻ പറ്റുന്ന പരമാവധി സാലറിക്ക് മുകളിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. 13,500 വെച്ച് 2 പേർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം 27,000 രൂപയോളം കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് പറഞ്ഞ് പിന്നെ പരമാവധി കൊടുക്കാൻ പറ്റുന്ന മന്ത്ലി സാലറിയുടെ പകുതി വീതം. അപ്പൊ ശമ്പളം കുറഞ്ഞു. അവിടെ ഇഷ്യൂസ് ഒക്കെ ചിലതുണ്ടായി, എന്നാലും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അങ്ങനെ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുക. 2 ഫാർമസിസ്റ്റ് 15 ദിവസം. ബുദ്ധിമുട്ടുണ്ടോ സാറേ? ഇല്ല, അത് പ്രശ്നമില്ല. 2 ആള്. പക്ഷെ സാലറി നമ്മൾ ഓഡിറ്റ് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് വെച്ചാൽ സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ? അതാണ് നമ്മളെ ഒന്നാമത്തെ. നമ്മൾ ഓഡിറ്റ് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വെച്ചാൽ നമ്മൾ നിയമന രീതികളും ഒക്കെ പലതും നമുക്ക് പറഞ്ഞു നിൽക്കാം, പക്ഷെ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുക എന്ന് പറയുന്നതാണ് പലപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്ന കാര്യം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ആ പോയിന്റാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എക്സ്ട്രാ എമൗണ്ട് വെച്ചാൽ നമ്മൾ ഈ പ്രൊജക്ട് വെക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തിയറിറ്റിക്കലി പറഞ്ഞാൽ ഈ പ്രൊജക്ടുകൾ ശരിക്കും നമ്മൾ വെക്കുന്നതാണ്. ഈ പ്രൊജക്ട് തന്നെ നമ്മൾ ഈ സാലറി ഒക്കെ അടിച്ച് നമ്മളാണ് ഈ പ്രൊജക്ട് വെക്കുന്നത്. അപ്പോൾ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിതെല്ലാം പറയുന്നു, നമ്മളറിയാതെ ആരൊക്കെയോ നമ്മളെ ലോഗിനിൽ കയറുന്നു, അടിക്കുന്നു. അപ്പോൾ ബേസിക്കലി എമൗണ്ടെങ്കിലും കാര്യങ്ങളെങ്കിലും നമ്മളെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ സുലേഖ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രധാനപ്പെട്ട സാധനങ്ങൾ ചെയ്യിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ വെക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എത്ര രൂപ നമ്മളെ നിയമം നിഷ്കർഷിക്കുന്ന തുക മാത്രമേ നമ്മൾ വെക്കാൻ പാടുള്ളൂ. പിന്നെ അത് ഒരു കാര്യത്തിനോട് ഞാൻ പറയാം. ഈ കാര്യത്തിൽ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണ്, നമ്മൾ ഈ പലയിടത്തും ചെയ്യുന്ന പിന്നെ നമ്മളെ പാലിയേറ്റീവിന് ആംബുലൻസ് ഡ്രൈവറെ നിയോഗിക്കുമ്പോൾ അതിന്റെ ഇന്റർവ്യൂ ബോർഡിന് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. അതിൽ നമ്മൾ മാത്രം പോരാ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളും കൂടി ഉൾപ്പെട്ട് അവരും കൂടി അവർക്ക് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിച്ച് അറിവ് വേണം. അപ്പൊ അങ്ങനെ തന്നെ അത് പലയിടത്തും ഞാൻ ജസ്റ്റ് ഈ അവസരത്തിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, സാലറി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന ആ ഓർഡർ ഞാൻ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് സൂം മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡോക്ടർ നമ്പറിലും ഞാൻ ഇട്ട് തരാം. പിന്നെ അപ്പൊ അതിൽ നമുക്ക് ഓരോ കാറ്റഗറി അത് എല്ലാവരും കയ്യിൽ ഉണ്ടാവും. ഓരോ കാറ്റഗറി സ്റ്റാഫിനും കൊടുക്കാവുന്ന പരമാവധി സംബന്ധിച്ച ഉത്തരവുണ്ട്. അപ്പൊ നമ്മൾ ഇവരോട് ഇതാക്കണ്ട, ഈ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ഈ സാലറി കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ഈ ഉത്തരവ് നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവുകൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മറിച്ചാണെങ്കിൽ ഈ ഉത്തരവ് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ നമ്മളെക്കാൾ എളുപ്പം നിങ്ങൾക്കാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, നിങ്ങൾക്കാണ് ഉത്തരവുകൾ മറിച്ചൊരു ഉത്തരവ് ഉണ്ടാക്കാൻ. നിങ്ങൾ പോവാ മറിച്ചൊരു ഉത്തരവ് ഉണ്ടെന്നാൽ നമ്മൾ ഇതിലും കൂട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അത്രേ ഉള്ളൂ. അറിയില്ല സാർ, എങ്ങനെയാണ് ഈ 13,500 വെച്ച് കൊണ്ടുപോകുമ്പോൾ 27,000 രൂപയാണ്. അതായത് ഒരു ഫാർമസിസ്റ്റിന് 27,000 രൂപ സാലറി. അങ്ങനെ ഒരു സാലറി ഒരിടത്ത് ഒരു ഓർഡറിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ പുതുതായിട്ട് ചെന്ന് കുറയ്ക്കുമ്പോ നമ്മളൊരു ഭീകരി. അത് ശരിയാണ്. കാരണം നമ്മളൊരു യൂണിഫോമിറ്റിയാണ്. നമ്മളൊരു എന്ന് വെച്ചാല് പലപ്പോഴും നിയമങ്ങളുടെ അജ്ഞത കാരണം പലപ്പോഴും നമ്മളൊരു നിയമങ്ങൾ പഠിക്കുകയും പിന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യുകയും എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച ഉണ്ടാവുകയും നമ്മളെ ചാർജ് മെഡിക്കൽ ഓഫീസേഴ്സ് അവിടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഇതിലൊരു യൂണിഫോമിറ്റി വേണമെന്നുള്ളതാണ്. അപ്പൊ ഒരു പരിധിക്ക് അപ്പുറം നമ്മളൊരു ജാഗ്രത കാണിച്ചു തന്നെ മതിയാവും. ഓക്കെ, താങ്ക് യു ഡോക്ടർ കാവേരി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഒരുപാട് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടെ. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യാം. അതിന് മുമ്പ് വേറെ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ ഒരുപാട് പേര് വിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ ഈ ഒരു ചാർജ് മെഡിക്കൽ ഓഫീസർ എന്ന നിലയ്ക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻകം ടാക്സിന്റെ ഒരു കാര്യം. നമ്മൾ എല്ലാ മാസവും സാലറി വാങ്ങുന്ന സമയത്ത് നമ്മളെ ജീവനക്കാരുടെ എല്ലാം സാലറിയിൽ നിന്ന് ഇൻകം ടാക്സ് കട്ട് ചെയ്യുന്നു. ആന്റിസിപ്പേറ്ററി നമ്മൾ കൃത്യമായിട്ട് വാങ്ങുന്നു, ഇൻകം ടാക്സ് കട്ട് ചെയ്യുന്നു, ഇൻകം ടാക്സ് ട്രഷറിയിൽ അടയ്ക്കുന്നു, നമ്മൾ വളരെ സന്തോഷമായിരിക്കുന്നു. പക്ഷെ ഓരോ ക്വാർട്ടറിലും, ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോൾ ഈ അടച്ച ഇൻകം ടാക്സിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ നമ്മളെ ഓഫീസിൽ നിന്ന് ഫയൽ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസി ആയിരിക്കും ഏൽപ്പിക്കുക, അവരായിരിക്കും ഇത് ഫയൽ ചെയ്യുക. പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ സമയത്ത് ഇത് ഫയൽ ചെയ്യപ്പെടുന്നില്ല. നമുക്കറിയാം, ഇത് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 200 രൂപയാണ് ഫൈൻ. ഒരു ദിവസത്തിനാണ് 200 രൂപ. അതായത് 10 ദിവസം വൈകിയാൽ തന്നെ 2000 രൂപ. അപ്പോ ഇത് കണ്ടുപിടിക്കപ്പെട്ട് വരുമ്പോഴത്തേക്കും 10,000 ഫൈൻ അടച്ച ഒരുപാട് DDOമാര് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഇത് ഈ അവസരത്തിൽ ഞാൻ ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ആഴ്ചയും കൂടി എന്നെ സുഹൃത്തായ ഒരു ഡോക്ടർ എന്നെ വിളിച്ചു. എനിക്ക് 50,000 രൂപയുടെ മുകളിൽ ഫൈൻ വന്നിട്ടുണ്ട്. അതൊരു ഏജൻസി ഏൽപ്പിച്ചിരുന്നു, അവർ ചെയ്തിട്ടില്ല, എന്താ ചെയ്യുന്നത്? അപ്പൊ അവരെ വിളിക്കുമ്പോൾ അവരത് ഉഴപ്പാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ അയച്ചു തരാത്തതുകൊണ്ടാണ്, നിങ്ങളെ മെയിൽ കിട്ടിയില്ല, ഇതാണ്. അപ്പൊ നമ്മൾ വർഷത്തിൽ 4 പ്രാവശ്യം നമ്മളിത് ശ്രദ്ധിച്ചേ മതിയാവും. ഈ അവസരത്തിൽ ഇതൊക്കെ നമുക്ക് ഈ തിരക്കിനിടയ്ക്ക് ഇനി ഓഫീസിൽ ഇപ്പോൾ ഇവരിത് ഫയൽ ചെയ്തോ എന്നൊക്കെ ശ്രദ്ധിക്കാൻ എവിടെ സമയം എന്നൊക്കെ പല DDOമാരും ആലോചിക്കും. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇൻകം ടാക്സിന്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ടാൻ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ, ടാൻ. നമുക്ക് ഓരോരുത്തർക്കും പാൻ നമ്പർ ഉള്ള പോലെ തന്നെ ഓരോ സ്ഥാപനത്തിനും ടാൻ നമ്പർ ഉണ്ട്. ഈ ടാൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ, ടാൻ നമ്പറും നമ്മളെ മൊബൈൽ നമ്പറും കൊടുത്താൽ നമുക്കൊരു OTP വരും. OTP വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാനിൽ നിന്നും ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻകം ടാക്സിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ ആകെ വർഷത്തിൽ 4 പ്രാവശ്യം ഒന്ന് ലോഗിൻ ചെയ്ത് നമ്മളെ സ്ഥാപനത്തിന്റെ ടാനിൽ നിന്നുള്ള ടാക്സ് അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നൊന്ന് നോക്കുക. കാരണം ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ടാവും, പക്ഷെ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് വർഷത്തിൽ 4 പ്രാവശ്യം ചെയ്യണം. ഓരോ 3 ദിവസം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ അത് ചെയ്യേണ്ടത് ജൂലൈയിലാണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലാണ്, അങ്ങനെ ഓരോ മാസം. അപ്പൊ അത് ദയവായിട്ട് അതിന്റെ നമുക്ക് ലയബിലിറ്റി, അതായത് നിങ്ങൾ അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ ആ പണം DDOയുടെ കയ്യിൽ നിന്ന് എടുത്ത് അടയ്ക്കുക എന്നല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല അതിന്. പലർക്കും ഇത്രയും വർഷം ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പലപ്പോഴും പ്രത്യേകിച്ചും പുതിയ ആൾക്കാർ, നമുക്ക് വളരെ ചിലപ്പം ക്ലർക്കൊന്നും അത്ര ശ്രദ്ധിക്കാത്ത ക്ലർക്കായിരിക്കും, അല്ലെങ്കിൽ ക്ലർക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് സാലറി എടുക്കുമ്പോൾ ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താണ്? അപ്പൊ ടാക്സ് അടച്ചാൽ പോരാ, അത് 3 മാസം കൂടുമ്പോൾ അത് റിട്ടേൺ ഫയൽ ചെയ്യണം. അത് സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചില ഏജൻസികളെ ഏൽപ്പിച്ചാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നിങ്ങളെ സ്ഥാപനത്തിന്റെ താല്പര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റും. DDOs ട്രാൻസ്ഫർ ആയി പോയിട്ട് ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ബില്ല് വരുന്നെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടിരിക്കുന്ന DDO ആണോ പേ ചെയ്യേണ്ടത്? ആ പഴയ പോയ ട്രാൻസ്ഫർ ആയി പോയ അതായത് നമ്മൾ ചാർജ് എടുക്കുന്ന ദിവസം മുതൽ നമുക്ക് തന്നെയാണ് ആ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തം. നമ്മൾ ചാർജ് എടുക്കുന്ന ദിവസം മുതൽ ആ സ്ഥാപനത്തിന്റെ എല്ലാ ലയബിലിറ്റീസും നമ്മളെ പാനുമായിട്ടാണ് ലിങ്ക്ഡ് ആയിട്ടുള്ളത്. നമ്മൾ ആ വ്യക്തി തന്നെയാണ്. അപ്പൊ അവര് ഒരു മാസം മറ്റേയാളും 1 മാസം നമ്മളാണെങ്കിൽ ആ 1 മാസത്തെ പണം നമ്മൾ തന്നെ അടയ്ക്കണം എന്നുള്ളതാണ് അതിന്റെ ഇത്.
അല്ല, ഇതിപ്പോ 4 വർഷം മുമ്പ് ഇവിടെ ആ വർക്ക് 4 ചെയ്തിരുന്ന വർഷം മുമ്പുള്ളതാണോ? ഓക്കെ ഓക്കെ ഓക്കെ. 4 വർഷം മുമ്പുള്ളതാണെങ്കിൽ ആ പീരീഡിൽ അവർ അത് ഇത് തന്നെയാണ്. 4 വർഷം മുമ്പുള്ളതാണെങ്കിൽ ആ സമയത്തുള്ള ആൾ തന്നെയാണ് ഉത്തരവാദി. പക്ഷേ 4 വർഷം. അന്ന് ഡോക്ടറൊക്കെ പറഞ്ഞപ്പം ഡോക്ടർ അടയ്ക്കാൻ ഇത് താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ല, അത് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഇൻഫോം ചെയ്യുക. അത് ഇൻഫോം ചെയ്തിട്ടുള്ള അവരുമായി ബന്ധപ്പെട്ടിട്ട് ഉചിതമായ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും പക്ഷെ അത് രണ്ട് കാര്യമുണ്ട്. അത് ഇത് റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകിയാണ് ഷോർട്ട് ഡിഡക്ഷൻ എന്ന് പറയും. അതായത് ഷോർട്ട് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടാവും, റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മളെ ഇൻകം ടാക്സ് എമൗണ്ടും നമ്മൾ അടച്ച എമൗണ്ടും തമ്മിലുള്ള വേരിയേഷൻ ഉണ്ടാവും ചിലപ്പോൾ. ലേറ്റ് ഫയലിംഗ് ലെവി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഫയലിംഗ് ലെവി അല്ലേ? ഞാൻ ഇങ്ങനെ പോയി ചോദിച്ചപ്പോഴ് അവര് പറഞ്ഞ് അപ്പം ഡോക്ടേഴ്സ് പോയാലും അവരുടെ പെൻഷനിൽ നിന്ന് വരെ വേണമെങ്കിലും പിടിക്കാൻ പറ്റും, അവരുടെ ആദ്യമേ പറഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ പോകേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അല്ല, അത് കടലാസാക്കുക. അവരെ രേഖാമൂലം അറിയിക്കുക. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും പിന്നെ അവരുടെ പാൻ നമ്പർ സഹിതം അടക്കി ഇന്ന പാൻ നമ്പറിലാണ് ഉത്തരവാദി, അത് ഇതുവരെ അടച്ചിട്ടില്ല, അവരെ അടച്ചില്ല, അതിൽ അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, നടപടി സ്വീകരിക്കുന്നു, എല്ലാം പേപ്പർ ആക്കുക. ഒരു പേപ്പർ അയച്ചിട്ടുണ്ട്, പക്ഷെ ആരും അതിനകത്ത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക നിങ്ങൾ. അപ്പൊ ഇത് ഒരാള് 1.25 ലക്ഷം രൂപ അടയ്ക്കാണ്ട്, ഒരാള് 50,000 രൂപ, ചിലര് 2,500 രൂപ, അങ്ങനെയൊക്കെയാണ് അടയ്ക്കാനുള്ളത്. അപ്പൊ ഒരാള് പെൻഷൻ ആയിട്ടുണ്ട് നേരം. അല്ല, അത് ഇൻകം ടാക്സ് ലയബിലിറ്റി അടച്ചു തന്നെ മതിയോ? അത് ഞാൻ പറഞ്ഞില്ല, ഇൻകം ടാക്സ് എപ്പോഴും പ്രശ്നം വരുന്നതാണ്. അത് നമ്മളത് ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കൊടുക്കുന്ന സാധനമാണ്. നമ്മൾ തന്നെ ലോഗിൻ ചെയ്ത് നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ അത് അടയ്ക്കാനേ പറ്റും. അതിപ്പോ ഇല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അവരെ അറിയിച്ച് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഇൻഫോം ചെയ്യാം. ഓക്കെ. സർ, ഒരു സംശയം, നമ്മൾ ഇത് ഫയൽ ചെയ്യേണ്ട കൃത്യമായ മാസങ്ങളൊന്നും സർ ഒന്ന് പറഞ്ഞുതരാമോ? അതെ, അതായത് നമ്മള് ഏപ്രിൽ മെയ് ജൂൺ ആണ് നമ്മൾ 3 മാസം കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏപ്രിൽ മെയ് ജൂൺ. അത് ഏപ്രിൽ മെയ് ജൂണിന്റെ നമ്മൾ ഇൻകം ടാക്സ് പിടിക്കുന്നത് നമ്മൾ ജൂലൈയിലാണ് ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നമ്മൾ ഒക്ടോബറിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരിയിൽ ചെയ്യണം. ജാനുവരി ഫെബ്രുവരി മാർച്ച് നമ്മൾ ഏപ്രിലിൽ ചെയ്യണം. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് മന്ത് അത് ചെയ്യണത്. 3 മാസത്തെ ഒന്നിച്ച് ചെയ്താൽ മതി. 3 മാസം നമ്മൾ ടാക്സ് പിടിക്കും, പക്ഷെ അത് ഏത് പാൻ നമ്പറിലേക്ക് നമ്മളെല്ലാം അടയ്ക്കും. നമ്മുടെ ടാനിലാണ് ഈ ടാക്സ് കിടക്കുന്നത്. നമ്മളൊരു 10 ജീവനക്കാരെ ടാക്സ് പിടിക്കുന്നുണ്ടെങ്കിൽ ഈ പണം എല്ലാം നമ്മളെ ടാനിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്നത്. ടാൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ടാക്സ് ഡിഡക്ഷൻ കളക്ഷൻ അക്കൗണ്ട് നമ്പറാണ്. ഈ ടാൻ ആരുടെയൊക്കെ പേരിലാണ് ഈ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആ റിട്ടേൺ കൊടുത്താൽ മാത്രമേ അവരുടെ പാൻ നമ്പറിലേക്ക് ഈ പണം ലിങ്ക്ഡ് ആവും. അത് അവരുടെ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് ഇത്ര ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ പൈസ സസ്പെൻസ് അക്കൗണ്ട് എന്നുള്ള ഒരു അക്കൗണ്ടിലാണ് കിടക്കുക. അത് ആരുടെയും പേരിലല്ലാതെയാണ് കിടക്കുക. അപ്പൊ അവരുടെ പേരിൽ അത് അപ്പൊ അവർക്കും വേണമെങ്കിൽ ഈ റീഫണ്ട് കിട്ടുക, അല്ലെങ്കിൽ അവരുടെ ഹലോ. അപ്പൊ ഇതുപോലെ തന്നെ ഇതിപ്പോ നിങ്ങളുടെ DDO അല്ലാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഇൻകം ടാക്സ് സൈറ്റിൽ കയറാം. വളരെ എളുപ്പമാണ്. ഇൻകം ടാക്സ് സൈറ്റിൽ കയറുക, നിങ്ങളെ പാൻ നമ്പർ കൊടുക്കുക, ഇനി പിന്നെ നിങ്ങളെ പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളെ OTP കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ DDO നിങ്ങളെടുത്ത് പിടിച്ച ടാക്സിന്റെ എമൗണ്ട് മുഴുവൻ അതിൽ കാണിക്കും. അതിൽ കാണിക്കണമെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പൊ 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾക്ക് പിന്നെ ഏപ്രിലും മെയ്യിലും ജൂണിലും നിങ്ങൾ ഇൻകം ടാക്സ് പിടിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളെ 26 AS എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട്. ആ ഫോം പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ടാൻ നമ്പർ, നിങ്ങൾ DDO പിടിച്ച എമൗണ്ട് ആ 3 മാസം കഴിയുമ്പോൾ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അതിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടുന്ന് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം നമ്മളെ DDO നമ്മളെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഡിവിജ്വലിന് കുഴപ്പമില്ല, DDOയ്ക്ക് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ അടയ്ക്കുന്ന ഓഫീസിൽ നിന്ന് അടച്ചോളൂ, അല്ലെങ്കിൽ ആരെ കൊണ്ട് അടപ്പിച്ചോളും, പക്ഷെ ഒന്ന് ലോഗിൻ ചെയ്തിട്ട് അത് ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളൊന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിന് 200 രൂപയാണ്. ഒറ്റ മാസം വൈകി കഴിഞ്ഞാൽ 30 × 200. അറിയാലോ എത്ര വരുന്നുള്ളത്. ഒരു സംശയം, ഓഫീസിൽ ഞാൻ ചാർജാണ്. അപ്പൊ ഓഫീസിൽ ഞാനിത് സൂചിപ്പിച്ചപ്പോ മെയ് 10 വരെ സമയമുണ്ട്, അപ്പൊ അതിനുള്ളിൽ മതിയെന്നും പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാമോ?
അത് ലാസ്റ്റ് മന്തിന്റെ കുറച്ചുകൂടി, അതായത് ഈ ഒരു ലാസ്റ്റ് മന്ത് ലാസ്റ്റ് ക്വാർട്ടർ ആകുമ്പോൾ അവർ കുറച്ചുകൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 45 days ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ആദ്യത്തെ 3 മാസത്തിലും 30 days, ലാസ്റ്റ് ക്വാർട്ടറിന് അവർ കുറച്ചുകൂടി സമയം കൂടുതൽ തരുന്നുണ്ട്. ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞുതരാം. ലാസ്റ്റ് ക്വാർട്ടറിന് ജൂലൈ ഇത് നമുക്ക് നേരത്തെ തന്നെ ഫയൽ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അത് നേരത്തെ തന്നെ കൊടുക്കാം. എന്തിനാ വൈകുന്നത്? കാരണം നമുക്ക് ലാസ്റ്റ് സാലറി വാങ്ങിക്കഴിഞ്ഞോടെ പിറ്റേന്ന് തന്നെ ഇത് കൊടുക്കാമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റിൽ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്, ഇതിൽ സാധനം എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾ എവിടെ സ്ഥാപനത്തിനാണോ ചെയ്യുന്നത്, പുറത്താരെക്കൊണ്ട് ചെയ്യിക്കുകയാണോ ചെയ്യുന്നത്? പുറത്ത് അവർക്കൊരു എക്സൽ ഷീറ്റിൽ ഒന്നുമില്ല. അതിൽ വളരെ സിമ്പിൾ ആണ്. എല്ലാ ജീവനക്കാരുടെയും പാൻ നമ്പർ, അവർ വാങ്ങിയ സാലറി, അവരെടുത്ത് പിടിച്ച ടാക്സ്, ഇത്രയും സാധനം കൊടുക്കാനുള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? ഒന്നുമില്ല, വളരെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പരിശോധിച്ചറിയാം. ജീവനക്കാരുടെ പേര്, ഇപ്പൊ 10 ആളുണ്ടെങ്കിൽ 10 പേര്. എല്ലാവരുടെ സമയത്തിൽ അറിയാലോ, ഒരുപാട് എല്ലാവരും ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരായിരിക്കില്ല. ടാക്സ് അടയ്ക്കുന്ന പേര്, പാൻ നമ്പർ, അവർ വാങ്ങിയ ടാക്സ്, പിന്നെ നമ്മൾ അവർ വാങ്ങിയ സാലറി, നമ്മൾ അവരെടുത്ത് പിടിച്ച ടാക്സ്. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ മതി. മീൻസ് ഒരു 10 മിനിറ്റ് ഇരുന്നാൽ അവർ സാലറി രജിസ്റ്റർ നോക്കിയാൽ കൊടുക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത് കൊടുത്താൽ അവരത് ചെയ്തോളും. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണ്ട. കാരണം ഇതിൽ ചിലപ്പോൾ ഇത് ഫയൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിസ്മാച്ച് കാണിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും നമ്മൾ അടച്ച ടാക്സും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ക്ലറിക്കൽ എറർ കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പിടിച്ചായി കൊടുക്കുന്ന ടാക്സും ഈ സൈറ്റിലും തമ്മിൽ, നമ്മൾ ഓൾറെഡി ഉള്ള സൈറ്റും തമ്മിൽ മിസ്മാച്ച് വരും. മിസ്മാച്ച് വന്നാൽ നമ്മളത് മാറ്റി ഒന്നും കൂടി റീചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മിസ്മാച്ച് ഒക്കെ വന്ന് പിന്നെ നമുക്ക് റീഫയലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദിവസം കഴിഞ്ഞ് വരും. അപ്പോൾ അത് കുറച്ച് നേരത്തെ ചെയ്യാം. നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യം പോലെ സമയം തരുന്നുണ്ടല്ലോ, 1 മാസം സമയം തരുന്നുണ്ടല്ലോ. അത് ഒന്ന് നമ്മൾ തന്നെ ചെയ്യിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. നമ്മളെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമ്മൾ ക്ലർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നോ അല്ലെങ്കിൽ നമ്മളിതൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ ജീവനക്കാർ കുറച്ചും കൂടി കാര്യമായിട്ട് ഇത് ചെയ്യും. ഈ ഒരു അവസരത്തിൽ DDO-മെറ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ടോക്കൺ ഉണ്ട്. നമ്മളിൽ എത്ര പേര് ഈ DSC കയ്യിൽ വെക്കുന്നുണ്ട്? ഒരു ചോദ്യമാണ്. ഞാൻ കണ്ടിട്ടുള്ളത് മിക്കവാറും എല്ലാവരും നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മളെ ഓഫീസിൽ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ക്ലർക്കിനെ ഏൽപ്പിക്കും. അത് ശരിക്കും പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കടലാസിൽ നിങ്ങൾ കുറെ ഒപ്പിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ മുകളിൽ എന്ത് വേണമെങ്കിൽ എഴുതിക്കോ എന്ന് പറഞ്ഞ് കുറെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ലെറ്റർ, ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്ന തുല്യമാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങളെ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ സാധാരണ നിലയ്ക്ക് സ്പാർക്കിലും ബിംസിലുമാണ് ഇത് രണ്ട് ആവശ്യമുള്ളത്. അപ്പൊ സ്പാർക്കിൽ നിങ്ങൾക്കറിയാം, സ്പാർക്കിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അത് ക്ലർക്കിന്റെ ലോഗിനിൽ പറ്റും. ക്ലർക്കിന് ഒരു ലോഗിൻ ഉണ്ട്. ക്ലർക്കിന് അതിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ഈവൻ സാലറി പ്രോസസ്സിങ്ങോ എല്ലാം ചെയ്യാം. അത് അപ്രൂവ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ആവശ്യം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അപ്രൂവിങ് അതോറിറ്റിയാണ്. അപ്പൊ അവര് മേക്ക് ചെയ്ത ബില്ലോ അല്ലെങ്കിൽ അവരൊരു ലീവിന്റെ ഓർഡറോ അല്ലെങ്കിൽ ഏൺഡ് ലീവ് സറണ്ടറോ എന്തെങ്കിലും ഒന്ന് അവർ ചെയ്താൽ അത് അപ്രൂവ് ചെയ്യേണ്ട അതോറിറ്റിയാണ് നിങ്ങൾക്ക്. അപ്പൊ ഇത് നിങ്ങളെ വീട്ടിലെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കുത്തിയിട്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡിജിറ്റലി സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദയവായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ ഓഫീസിൽ ഏൽപ്പിക്കേണ്ട. നിങ്ങൾ അധികാരം അവർക്ക് കൈമാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്ഥാപനത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. ഇപ്പൊ എല്ലാം അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അപകടം പറ്റുന്നില്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചർ ദയവായി നിങ്ങളെ കയ്യിൽ വെക്കുക. സ്പാർക്കിലാണെങ്കിലും നിങ്ങളെ ലോഗിൻ അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. പലപ്പോഴും എല്ലാവർക്കും ഏറ്റവും താല്പര്യമുള്ള ശമ്പളമാണ്. നമ്മളെ ജീവനക്കാർക്ക് ഏറ്റവും താല്പര്യം, നമുക്കാണെങ്കിലും ജീവനക്കാർക്കാണെങ്കിൽ 1-ം തീയതി അല്ലെങ്കിൽ 2-ം തീയതി ശമ്പളം കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പൊ ഇവർ പല ജോലികൾ ഏൽപ്പിച്ചാൽ പലപ്പോഴും നമ്മൾ പറയും ക്യാഷ് ബുക്ക് എഴുതാൻ ഏൽപ്പിച്ചു, എന്റെ ക്ലർക്ക് എന്ത് ചെയ്താലും ക്യാഷ് ബുക്ക് എഴുതുന്നില്ല ഡോക്ടറെ, അല്ലെങ്കിൽ പല ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറയാറുണ്ട് എന്ത് ചെയ്താലും ക്യാഷ് ബുക്ക് എഴുതൂല, അത് പിന്നെ എഴുതാൻ ഡോക്ടറെ, പിന്നെ എഴുതാന്ന് പറയും. അപ്പൊ നമ്മൾ പറയാം, ക്യാഷ് ബുക്ക് എഴുതി, ഈ മാസം ക്യാഷ് ബുക്ക് എഴുതിയിട്ട് സാലറി പ്രോസസ് ചെയ്താൽ മതി കേട്ടോ, ഒരു ഒറ്റ വാക്ക് പറയാം. അപ്പൊ ക്യാഷ് ബുക്ക് എഴുതി തന്നെ കാണിക്കും, എന്നിട്ട് സാലറി പ്രോസസ് ചെയ്താൽ മതി. എന്നിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് എഴുതി കഴിഞ്ഞ ശേഷം മാത്രം സാലറി നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മതി, അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മളെ അധികാരം നമ്മൾ ആർക്കും വിട്ടുകൊടുക്കണ്ട. ഈ ഒരു അവസരത്തിൽ ഞാനൊന്ന് ഇൻസിഡന്റലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, ഇപ്പൊ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം വൈകിയില്ല എന്നുണ്ടെങ്കിൽ 1-2 കാര്യം കൂടി പറയാം. പലപ്പോഴും ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ വിദേശത്ത് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നു. മുമ്പ് പാസ്പോർട്ടിനൊക്കെ അപ്ലൈ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ NOC ആവശ്യമുണ്ട്. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പാസ്പോർട്ട് എടുക്കാത്ത ആരെങ്കിലും നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാസ്പോർട്ട് എടുക്കുക. പാസ്പോർട്ട് ഒന്നുമില്ല, അപ്പൊ പാസ്പോർട്ട് നമുക്കറിയാം വളരെ ലഘുവാണ് അതിന്റെ പ്രൊസീജിയർ. ഓൺലൈൻ ആയിട്ട് തന്നെ
അപ്ലൈ ചെയ്യാം പാസ്പോർട്ടിന് വേണ്ടി. ഓൺലൈൻ അപേക്ഷിക്കാം. പക്ഷേ ഈ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ ഫോംസ് ഉണ്ട്, ഫോംസ് ആൻഡ് സർക്കുലർ ഫോംസ് ആൻഡ് ഡൗൺലോഡ്സ് ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ ഫോം H എന്നുള്ളൊരു ഫോം ഉണ്ട്. ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് നമ്മളെ സുപ്പീരിയർ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ച്, അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, ആരാണ് സുപ്പീരിയർ ഓഫീസർ? നമ്മൾ സുപ്പീരിയർ ഓഫീസർ, നമുക്ക് എയ്ഡ് ലീവ് സറണ്ടർ ഒക്കെ സാങ്ഷൻ ചെയ്യാനുള്ള അതോറിറ്റി ആരാണോ അവരോടൊരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് വാങ്ങിയിട്ട് അത് നമ്മളവിടെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ കൊടുത്താൽ മാത്രം മതി. വിദേശത്ത് പോകാനും അങ്ങനെയാണ്. ഇപ്പോൾ പഴയ പോലെ NOCയുടെ ആവശ്യമില്ല. നമ്മൾ അപ്രൂവിങ് അതോറിറ്റി, നമ്മളൊരു നമ്മൾ ലീവിന് അപേക്ഷിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള സംശയമാണ്. നമുക്കിപ്പോൾ വിദേശത്ത് ഇപ്പോൾ ടൂറായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്, ഹജ്ജിന് പോകുന്നുണ്ട്, റിലീജിയസ് പിൽഗ്രിമേജ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിദേശത്ത് പോകുന്ന സമയത്ത് NOC വേണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോഴും വലിയൊരു സംശയം പല ഘട്ടത്തിലും ഉണ്ട്. പക്ഷെ ഏറ്റവും അവസാന ഉത്തരവ് പ്രകാരം നിങ്ങൾ വിദേശത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ലീവിന് അപേക്ഷിക്കുമ്പോൾ ലീവിന്റെ സ്ഥലത്ത് വിദേശത്ത് പോകാൻ വേണ്ടിയാണ് ഈ ലീവ് എന്നും അതിന്റെ പർപ്പസ് എന്താണ്, റിലീജിയസ് ഗ്രൗണ്ട് ആകാം, വേറെ എന്താണോ ആ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ടൂർ ആണെങ്കിൽ ടൂർ, എന്ത് പർപ്പസിനാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ട് അവധിക്ക് അപേക്ഷ നൽകുക. ആ അവധി അപേക്ഷ മേലധികാരി അംഗീകരിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള അനുമതി ആയി കഴിയുന്നുണ്ട്. അതിന് പ്രത്യേകമായിട്ട് NOC ആവശ്യമില്ല എന്നുള്ളതാണ് അവസാനമായിട്ടുള്ള ഉത്തരവ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കൊള്ളാമായിരുന്നു തുടക്കത്തിൽ തന്നെ. രണ്ടാമത്തെ കാര്യം, ഒരു ക്വസ്റ്റ്യൻ അയച്ചു തന്നതാണ്. അതായത്, വാട്ട് ആർ ദ പേപ്പേഴ്സ് ടു ഹാവ് കംപ്ലീറ്റഡ് ഡ്യൂറിംഗ് ടെർമിനേഷൻ ഓഫ് എ ഡെപ്യൂട്ടേഷൻ ഫ്രം എ നോൺ പാരന്റ് ഡിപ്പാർട്ട്മെന്റ്? ഞാനത് കണ്ടിരുന്നു, പക്ഷെ അതൊന്നുകൂടി ഞാൻ റെഫർ ചെയ്തിട്ട് അതിന്റെ റെഫർ ഇത് തരാം. ഞാനത് കുറച്ചുകൂടെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ തരാം അത്. ഓക്കെ, നമുക്ക് ചാർജ് മെഡിക്കൽ ഓഫീസർക്ക് ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ MBBS വളരെ കഷ്ടപ്പെട്ട് MBBS നേടിയ ആൾക്കാരാണ്. PG എടുക്കാൻ വേണ്ടി എടുത്തവരുണ്ട്, കഷ്ടപ്പെട്ട് പിന്നെ PSC എക്സാം എഴുതിയവരാണ്. പക്ഷെ നമ്മൾ സർവീസിൽ കയറിയതോടുകൂടി നമ്മളൊരു സ്ഥാപനത്തിൽ ഇരിക്കെ നമ്മൾ അത്യാവശ്യം കുറച്ച് സോഫ്റ്റ്വെയറുകളുടെ അടിസ്ഥാനം നമ്മൾ പഠിച്ചിരിക്കണം. വേറൊന്നുമില്ല, സ്പാർക്ക് എന്താണെന്ന് അറിയണം. സ്പാർക്ക് അറിയാൻ വലിയ ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം സ്പാർക്കിൽ ഒരു ബില്ല് സ്വയം പ്രോസസ് ചെയ്യുക, ഒരു എൻഡ് ലീവ് സറണ്ടർ സ്വയം പ്രോസസ് ചെയ്യുക, ഒരു അരിയർ ബില്ല് പ്രോസസ് ചെയ്യുക, സ്വയം അവരെ നമ്മുടെ ക്ലർക്കിന്റെ സഹായത്തോടെ ഒന്ന് പ്രോസസ് ചെയ്താൽ എന്താണ് ഒരു എൻഡ് ലീവ് സറണ്ടർ പ്രോസസ് ചെയ്യുക, ഇതൊക്കെ എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമതായിട്ട് നമ്മളെ പ്രൊജക്റ്റുകളെല്ലാം സാങ്കേതിക കൂടിയാണ്. സുലേഖ പിന്നെ അത്ര അത്യാവശ്യമില്ല. സുലേഖ നമുക്ക് പ്രൊജക്ട് എൻ്റർ ചെയ്യാൻ മാത്രം മതി. പക്ഷെ അതിന്റെ ക്യാഷ് ട്രാൻസാക്ഷൻ മുഴുവൻ സുലേഖ കൂടിയാണ് പോകുന്നത്. ബീംസ് തുടങ്ങിയ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഒന്ന് ബേസിക് ആയിട്ട് വളരെ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പഠിക്കാം. ഇതിന്റെ ഒരു അടിസ്ഥാന വിവരം നമുക്ക് ഇല്ലാത്തടത്തോളം കാലം നമ്മളെ ജീവനക്കാര്, നമ്മളെ മേലിൽ തന്നെ നമ്മളെ കീഴ് ജീവനക്കാര് ഇതെന്തോ വലിയ കാര്യമാണ്, നമ്മൾ ഇതിനെപ്പറ്റി അവർ പറയുന്നതെല്ലാം വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അപ്പം എനിക്ക് പറയാനുള്ളത്, ചാർജ് മെഡിക്കൽ ഓഫീസ് അല്ലാത്തവർ ഇതൊന്ന് പഠിക്കാൻ നല്ലതായിരിക്കും. കാരണം ചാർജ് ഇല്ലാത്തവരും ഭാവിയിൽ ചാർജ് വരാം. ഈ കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് അറിയാം. പിന്നെ ടെക്നോളജി നമുക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കുറച്ച് പഴയതായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് പറയുന്നത്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ തിരക്കുള്ള ഒരു OP ആണ്, ഉച്ചയ്ക്ക് എല്ലാം കഴിഞ്ഞു, OP കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തി 3 മണിയായി, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നു. ഇന്ന് DMOയിലേക്ക് അത്യാവശ്യമായ ഒരു പേപ്പർ കൊടുത്തുവിടാണ്ട് ഡോക്ടർ സൈൻ ചെയ്യണം, ഇന്ന് 5 മണിക്ക് മുമ്പ് എത്തിക്കണം എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ ഇന്ന് ലീവ് എടുത്ത് വേറെ എന്തെങ്കിലും പ്രോഗ്രാമായി ലീവ് എടുത്തിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫ് വിളിക്കുന്നു, ഇന്നൊരു അത്യാവശ്യമായിട്ട് ഒരു ലെറ്റർ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കാനുണ്ട്, ഡോക്ടർ ഒപ്പ് വേണം. എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒന്നുകിൽ നമ്മൾ 4 വെച്ച് ആരെക്കൊണ്ടെങ്കിൽ സൈൻ ചെയ്യിക്കുക, എങ്ങനെയാണ്? അതിനൊരു ഓപ്ഷനാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ DMO വരുന്നതാണെങ്കിൽ DNHM വരുന്നതൊക്കെ ഡിജിറ്റലി സൈൻഡ് ആണ്. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുള്ള സാധനം നമ്മൾ ഓൺലൈൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട്. അത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഓരോ ചാർജ് മെഡിക്കൽ ഓഫീസർക്കും ഒരു ഓൺലൈൻ ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻ കൂടി എടുക്കുക. സബ്സ്ക്രിപ്ഷൻ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ഒരു വർഷത്തേക്ക്, ഇപ്പൊ മിക്കവാറും വളരെ വില കുറവാണ് പ്ലാൻസ്. ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് സിഗ്നേച്ചേഴ്സിന് നിങ്ങൾക്ക് ഒരു 500 രൂപയൊക്കെ വരുന്നുള്ളൂ. ഒരു വർഷത്തേക്കാണ് 500 രൂപ. ഓൺലൈൻ ഡിജിറ്റലി സൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു DMOയിലേക്ക് ഒരു പേപ്പർ അയക്കാനുണ്ടെങ്കിൽ
നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ വാട്സപ്പ് ആയിട്ട് നിങ്ങളെ ഫോണിലേക്ക് അയക്കാൻ പറയുക. ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡിജിറ്റലി സൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ മെയിലായിട്ട് അങ്ങോട്ട് അയക്കാം, അല്ലെങ്കിൽ തിരിച്ചു നിങ്ങളെ സ്റ്റാഫിന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഏത് രാത്രിയാണെങ്കിലും യാത്രയിലാണെങ്കിലും ഈവൻ നിങ്ങൾ എബ്രോഡ് ആണെങ്കിൽ പോലും എവിടെ വേണമെങ്കിൽ നിങ്ങളൊരു പേപ്പർ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഡിജിറ്റൽ സിഗ്നേച്ചർ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ തന്നെ ഓൺലൈനും കൂടി ഉണ്ടാവും, ഒരു എക്സ്ട്രാ ചെറിയൊരു എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും ഈ ഒപ്പിടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു പണി ഒഴിവാക്കാം. രണ്ടാമതായിട്ട് നമ്മളെ ആശുപത്രിയിൽ നിന്ന് ഒരു രേഖ നമുക്കൊരു മുകളിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ടൈപ്പ് ചെയ്യുന്നു, പ്രിന്റ് എടുക്കുന്നു, പ്രിന്റ് എടുത്തിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നു, സൈൻ ചെയ്തിട്ട് തിരിച്ച് സ്കാൻ ചെയ്ത് വീണ്ടും കമ്പ്യൂട്ടർ കയറ്റുന്നു, പിന്നെ അയക്കുന്നു. അപ്പൊ രണ്ട് പ്രശ്നമുണ്ട്. ഇത് പ്രിന്റ് ചെയ്യാനുള്ള സമയം, സ്കാൻ ചെയ്യാനുള്ള സമയം, മൂന്നാമത് ഇത് പ്രിന്റ് ചെയ്യാനുള്ള പേപ്പറിന് നഷ്ടം. ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് നമുക്ക് കമ്പ്യൂട്ടറിൽ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അവിടെ നിന്ന് നമ്മൾ ഡിജിറ്റലി സൈൻ ചെയ്യുന്നു, മെയിലായിട്ട് അയച്ചു കൊടുക്കുന്നു. ഒന്നുമില്ല, പ്രിന്റിംഗ് ഇല്ല, സ്കാനിങ് ഇല്ല, പേപ്പർ ലാഭം. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ DFC അത് നമ്മൾ ഓൺലൈൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓപ്ഷൻ ഇനി എനേബിൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് അത് ചെയ്യുക. ഇത് മുകളിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന നമുക്ക് കൂടി ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനിടയ്ക്ക് ഒരു ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിരുന്നു. റിക്വയർഡ് അപ്ലൈങ് ഫോർ ഹയർ ഗ്രേഡ് സാങ്ഷൻ. ഹയർ ഗ്രേഡ് എന്നുള്ളത് നമുക്കറിയാലോ, നമുക്കൊരു നാച്ചുറലി കിട്ടേണ്ട പ്രൊമോഷൻ 8 വർഷത്തിലും 15 വർഷത്തിലും നമുക്ക് കിട്ടേണ്ട പ്രൊമോഷൻ ഒഴിവില്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് തരാൻ പറ്റുന്നില്ല. തരാൻ പറ്റാത്തത് കൊണ്ട് ഒഴിവില്ലെങ്കിൽ നമ്മളെ കുഴപ്പമില്ല നമുക്ക് പ്രൊമോഷൻ കിട്ടാത്തത്. അതുകൊണ്ട് ആ പ്രൊമോഷൻ കിട്ടിയാൽ നമുക്ക് ലഭിക്കേണ്ട സാലറിയാണ് നമുക്ക് 8 വർഷത്തിലും 15 വർഷത്തിലും കിട്ടുന്നത്. അത് നിർബന്ധമായും നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടൂ. അപ്ലൈ ചെയ്യാൻ ഫോം ഉണ്ട്, അതിനൊരു ഡിക്ലറേഷൻ ഉണ്ട്. ഫോമിൽ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴുള്ള ജോലി ചെയ്യുന്ന സ്ഥലം, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വർഷം, നമ്മൾ ഹെൽത്ത് സർവീസ് ജോയിൻ ചെയ്ത വർഷം, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസ്, നമ്മൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ സാലറി, ഇങ്ങനെ കുറച്ച് ഇതും. രണ്ടാമത് ഡിക്ലറേഷൻ ആണ് വളരെ പ്രധാനം. ഡിക്ലറേഷൻ എന്നാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഹയർ ഗ്രേഡ് അപ്ലൈ ചെയ്തോടുകൂടി ഫർദർ നിങ്ങൾ പ്രൊമോഷൻ സാലറി നിങ്ങൾ വാങ്ങുകയാണ്. അതുകൊണ്ട് പ്രൊമോഷൻ കിട്ടിയാൽ നിങ്ങൾ പ്രൊമോഷൻ വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. അതായത് ഒരു അസിസ്റ്റന്റ് സർജൻ ആണ്, അസിസ്റ്റന്റ് സർജൻ ഹയർ ഗ്രേഡ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് സിവിൽ സർജൻ പ്രൊമോഷൻ കിട്ടുമ്പോൾ എനിക്ക് സിവിൽ സർജൻ ആകണ്ട എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ജൂനിയർ കൺസൾട്ടന്റ് ആണ്, അതിൽ കൺസൾട്ടന്റ് ആവുന്നു, കൺസൾട്ടന്റ് ആകുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് റിലിംഗ്വിഷ് ചെയ്യാന്ന് പറയും. നമുക്കൊരു പ്രൊമോഷൻ റിലിംഗ്വിഷ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഗ്രേഡ് വാങ്ങിക്കഴിഞ്ഞാൽ പ്രൊബേഷൻ ഇത് റിലിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹയർ ഗ്രേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നുണ്ട്. അത് അതിന്റെ അപ്ലിക്കേഷൻ ഫോം, നിങ്ങൾ 8 ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഫോമും, പിന്നെ നിങ്ങൾ സർവീസ് നമ്മളെ ലിസ്റ്റ് നമ്മളെ ഗ്രൂപ്പിലിടാം, നമ്മളെ സർവീസ് ജോയിൻ ചെയ്ത അപ്പോയിന്റ്മെന്റ് ഓർഡർ, നമ്മളെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഓർഡർ, പിന്നെ ഈ അപ്ലിക്കേഷൻ ഫോം പ്ലസ് ഇത് നമ്മുടെ ഡിക്ലറേഷൻ വേണം. ഇത്രയും സാധനങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ DHS ത്രൂ DM നിങ്ങളുടെ സ്ഥാപന മേധാവി വഴി DMO വഴി DHSന് എത്തിക്കുക. അതിൽ ഒരു ചെറിയ കാര്യം നമ്മളെ സർവീസ് സെല്ലിനെ സുരേഷ് സാറ് പറഞ്ഞു. നമ്മളെ KGMOയുടെ തിരുവനന്തപുരത്ത് ഒരു സർവീസ് ഹെൽപ്പ് ഡെസ്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് പ്രധാനമായും 3 ഓഫീസുകളാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അതായത് AG ഓഫീസ്, DHS ഓഫീസ്, അല്ലെങ്കിൽ ഹെൽത്ത് സെക്രട്ടേറിയറ്റ്. ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മളെ ഫയലുകൾ നീങ്ങുന്ന വേഗത എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് പലപ്പോഴും, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലുള്ളവർക്കൊക്കെ ഒരു ലീവ് എടുത്തിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും ഓഫീസിൽ ആളുണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെ സർവീസ് ഹെൽപ്പ് ഡെസ്ക് വളരെ എഫിഷ്യന്റ് നടക്കുന്ന ഒരു സംവിധാനമാണ്. നമ്മളെ ജില്ലാ സെക്രട്ടറിമാർ വഴി അല്ലെങ്കിൽ ജില്ലാ നേതാക്കൾ വഴി ഹെൽപ്പ് ഡെസ്കിനെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവര് ഈ ഓഫീസുകൾ പോവുകയും കൃത്യമായി ഫോളോ അപ്പ് നടത്തിയിട്ട് നമ്മളെ ഫയലുകൾക്ക് തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. ഞാൻ രീതിയിൽ അങ്ങനെ പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെ പല മെമ്പർമാരും ഇതിനെപ്പറ്റി അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാ ജില്ലാ നേതാക്കളോടും പറയാനുള്ളത്, ഈ ഒരു കാര്യം, ഈ ഒരു അറിയിപ്പ് നമ്മളെല്ലാ മെമ്പേഴ്സിന്റെ ഇടയിലും ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നുള്ളതും അത് കഴിയത്ര ഉപയോഗിക്കാനും നമ്മൾ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സാറേ, വേറെ ഒരു ഹയർ ഗ്രേഡ് പറഞ്ഞപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡോക്ടർ അയച്ചതെന്നാണ്. ഇപ്പൊ ഇവര് ഹാർഡ് കോപ്പി അയച്ചു, പക്ഷെ AG എന്ന് പറഞ്ഞത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വല്ല പുതിയ പരിപാടി ഉണ്ടോ? അതായത് മുമ്പ് എങ്ങനെ വെച്ചാൽ നമുക്ക് ഹയർ ഗ്രേഡ് സാങ്ഷൻ ഫോം നമുക്ക് പോസ്റ്റിൽ അയച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അത് പോരാ, സ്പാർക്കിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ സർവീസ് മാറ്റേഴ്സ് എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഗ്രേഡ് ആൻഡ് പ്രൊമോഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് അതിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ നമ്മളെ ജീവനക്കാരന്റെ പേര് നമ്മളല്ല ചെയ്യേണ്ടത്, DDO ആണ് ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥാപന മേധാവി ഈ ജീവനക്കാരന്റെ പേര്, ഇപ്പൊ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സ്കെയിൽ, ഇപ്പൊ പ്രൊമോഷനോ അല്ലെങ്കിൽ ഗ്രേഡ് എന്ന് പറയുന്നത് പ്രൊമോഷൻ തന്നെയാണ്. അപ്പൊ പ്രൊമോഷൻ കിട്ടിയ അല്ലെങ്കിൽ ഗ്രേഡ് കിട്ടിയ ആ ഒരു പോസ്റ്റ്,
പിന്നെ സ്ഥാപനം സേവ് തന്നെയായിരിക്കും, പ്ലസ് പുതിയ ശമ്പള സ്കെയിൽ. ഇത്രയും സാധനം വെച്ചുകൊണ്ട് നമുക്ക് DHS ന്ന് കിട്ടിയ ഓർഡർ സ്കാൻ ചെയ്ത് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് അത് ഡിജിറ്റലി സൈൻ ചെയ്യണം, നമ്മളല്ല DDO. ഡിജിറ്റലി സബ്മിറ്റ് ചെയ്ത് AGക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്നാൽ മാത്രമേ നമുക്ക് സാങ്ഷൻ കിട്ടൂ. അതുകൊണ്ട് നമുക്ക് താരതമ്യേന വളരെ എളുപ്പമാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ, ഞാൻ പറഞ്ഞ എനിക്ക് അനുഭവത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് AG ഓഫീസ്. അപ്പൊ യൂഷ്വലി ഇത് പോയി കഴിഞ്ഞാൽ 1 വീക്കിനകത്ത് തന്നെ ഇത് കിട്ടാറുണ്ട് സാധാരണ നിലയ്ക്ക്. അപ്പൊ ഇതൊരു ഓൺലൈൻ അപ്ഗ്രേഡ്, അത് പിന്നെ ഗ്രേഡ് വാങ്ങിയ ഇൻഡിവിജ്വൽ അല്ല, DDO ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ DDO വഴി ഇത് ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കാം. അതായത് സ്പാർക്കില് സർവീസ് മാറ്റേഴ്സ് എന്നുള്ള സെല്ലാണ് ഓപ്ഷൻ വരുന്നത്. അതെ, സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ആൻഡ് ഗ്രേഡ് ആൻഡ് പ്രൊമോഷൻ അല്ല, പ്രൊമോഷൻ ആൻഡ് ഗ്രേഡ് ആൻഡ് പ്രൊമോഷൻ തന്നെയാണ് എൻ്റെ ഓർമ്മ. അവർ ലിങ്ക് ഉണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ അതിൽ ജീവനക്കാരനെ സെലക്ട് ചെയ്യുക. നമ്മൾ പിന്നെ പ്രസന്റ് പോസ്റ്റ് ഇപ്പം അസിസ്റ്റന്റ് സർജൻ ഉള്ള അസിസ്റ്റന്റ് സർജൻ ഹയർ ഗ്രേഡ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ പ്രസന്റ് പോസ്റ്റ്, പ്രസന്റ് സ്കെയിൽ ഓഫ് പേ, പുതിയ പിന്നെ പോസ്റ്റ്, പുതിയ സ്കെയിൽ ഓഫ് പേ. സ്ഥാപനം ചോദിക്കുന്നുണ്ട്, സ്ഥാപനം ഒരേ സ്ഥാപനത്തിന് ഗ്രേഡ് വാങ്ങുമ്പോൾ അത് മാറ്റം വരുന്നില്ല. പ്രൊമോഷനെ വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ സ്ഥാപനം മാറുന്നുള്ളൂ, അല്ലെങ്കിൽ സെയിം സ്ഥാപനം സെലക്ട് ചെയ്ത് ഏറ്റവും പ്രധാനം ഈ ഓർഡർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് അത് AGയിൽ എത്തിയാൽ മാത്രമേ, അത് അറിയാതെ പലരും മാസങ്ങളോളം എനിക്ക് ഗ്രേഡ് കിട്ടി പേ സ്ലിപ്പ് വന്നില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്ന് സർ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Can we renew the bond for palliative driver with only after get a committee decision for renewal before election? അല്ല, ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു പിന്നെ പോസ്റ്റിംഗ് നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാൽ പോലും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിൽക്കെ എന്ത് നിയമനം നടത്തുകയാണെങ്കിലും അത് ഇലക്ഷൻ കമ്മീഷന്റെ അനുമതിയോടുകൂടി വേണം എന്നുള്ളതാണ് നിയമം. അപ്പം അത് നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ ആരെങ്കിലും ഏതെങ്കിലും രീതി പരാതികളോ പരിഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് ശ്രദ്ധിക്കുക. അത് പഴയ ആൾക്കാരെ കണ്ടിന്യൂ ചെയ്യും, ഇതിന് ശേഷം മാത്രം അതിന്റെ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർ, ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. എന്തായിരുന്നു? CR ആപ്ലിക്കേഷൻ ആണ്. അല്ല സർ, I have not received charge allowance for nearly 1 year. DMO has forwarded but no response. No agreement. For nearly 1 year, DMO has forwarded but no. ചാർജ് അലവൻസ് DMO ആണ് പാസ്സാക്കേണ്ടത്. പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂഷ്വലി ഏജിൽ അങ്ങനെ ഡിലേ വരാറില്ല. പക്ഷെ അത് ഈ പറയുന്ന വ്യക്തി എന്താണ് ഇപ്പൊ FHCയിൽ മുമ്പ് എങ്ങനെ വെച്ചാൽ ഈ PHCയിൽ മാത്രമേ നമ്മളെ ചാർജ് അലവൻസ് എന്നുള്ള സാധനം PHCയിൽ മാത്രമാണ്. നമ്മളെ പേര് വിഷയം വന്ന സമയത്ത് PHCയിൽ ചാർജ് അലവൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ മിക്കവാറും PHCകൾ ഇപ്പൊ FHCI അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥാപനം FHCI അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടാൽ നമുക്ക് ചാർജ് അലവൻസ് ഉണ്ടാവില്ല, അതൊന്ന് ഓർക്കുക. രണ്ടാമതായിട്ട് പിന്നെ AGയിൽ അത് എന്താ ഡിലേ എന്നുള്ളത് AGയുടെ നമുക്ക് യൂഷ്വലി AGയിൽ അവിടെ അവരൊരു പിന്നെ സെക്ഷൻ വൈസ് ഉള്ള ഫോൺ നമ്പർ ഉണ്ട്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മളത് സർവീസിന്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് തിരുവനന്തപുരത്തുള്ള, നിങ്ങൾ ജില്ലാ നേതൃത്വമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്കിലെ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഓർഡർ സഹിതം കൊടുത്തു കഴിഞ്ഞാൽ അവർ AG ഓഫീസിൽ പോയി അത് അന്വേഷിച്ച് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. നിയർലി 1 year എന്നാണ് പറയുന്നത്. അപ്പൊ 1 year ആയിട്ട് അത് ഒന്ന് അത് അവിടെ പോയി അന്വേഷിച്ചാൽ തന്നെ മതി. അപ്പൊ നമ്മൾ നേരിട്ട് പോകണമെന്നില്ല, ദയവായിട്ട് അത് സർവീസ് സെല്ലിന്റെ സഹായത്തോടുകൂടി അത് AGയിൽ പോയിട്ട് അത് അന്വേഷിക്കുക. അതിനുള്ള പ്രോബ്ലം ജില്ലാ സെക്രട്ടറി വഴി നമ്മളെ അയച്ചു തരാം. അതെ, അത് ദയവായിട്ട് നേരിട്ട് അവരെ വിളിക്കരുത്. മുമ്പ് എങ്ങനെ വെച്ചാൽ നമ്മൾ മുൻപ് ചെയ്തിരുന്നത് പിന്നെ ഇവരെ നേരിട്ട് വിളിക്കലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒഴിവാക്കിയിട്ട് ജില്ലാ നേതൃത്വം വഴിയാണ് സർവീസ് സെല്ലിന്റെ ഹെൽപ്പ് ഡെസ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതോളം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവർ കിട്ടുന്ന എല്ലാ അപേക്ഷകളും അവിടെ ഫയൽ ചെയ്ത് കൃത്യമായി അതിന്റെ പ്രോഗ്രസ് രേഖപ്പെടുത്തി ഓരോന്നിനും എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എല്ലാം അവിടെ രേഖപ്പെടുത്തി വളരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അത് മറിച്ചാണെങ്കിൽ നമ്മളെല്ലാം തിരുവനന്തപുരത്ത് പോയി ഈ കാര്യം അന്വേഷിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് ആ ഒരു ബോധവൽക്കരണം കുറച്ചുകൂടി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, പിന്നെ സർവീസ് വെരിഫിക്കേഷന്റെ കാര്യത്തിലല്ലേ
ഇൻക്രിമെന്റ് നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ട കാര്യമില്ല. ഇൻക്രിമെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ ഏത് വർഷമാണോ നമ്മൾ സർവീസിൽ ജോയിൻ ചെയ്തത്, ആ ഒരു വർഷത്തിൽ ഏത് മാസത്തിലാണോ സർവീസിൽ ജോയിൻ ചെയ്തത്, ആ മാസത്തിന്റെ 1-ാം തീയതി മുതൽ, നിങ്ങളൊരു മാസം ജൂൺ 28-നാണ് ജോയിൻ ചെയ്തെങ്കിലും തൊട്ടടുത്ത വർഷം ജൂൺ 1-ന് നിങ്ങൾക്ക് ഇൻക്രിമെന്റിന് അർഹത ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഏത് വർഷമാണോ ജോയിൻ ചെയ്തത്, ജൂൺ അപ്പൊ ഏത് മാസമാണ് ജോയിൻ ചെയ്തത്, ആ മാസത്തിന്റെ 1-ാം തീയതി ആണ് നിങ്ങൾക്ക് ഇൻക്രിമെന്റ്. അത് നമ്മൾ പ്രത്യേകിച്ച് അപേക്ഷിക്കേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക് വരും. ഇനി അതോ വന്നിട്ടില്ലെങ്കിൽ ഞാൻ യൂഷ്വലി ഒരു മാസം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു മാസം വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ AG ആയിട്ട് ബന്ധപ്പെടുക. യാതൊരു കാര്യം കൂടി, AGയുടെ ഒരു സൈറ്റ് ഉണ്ട്, KSMB എന്ന് പറഞ്ഞിട്ട്, KSMB.AG കേരള എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. അത് KSMB എന്ന് പറയും. നമ്മൾ ആ സൈറ്റിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ KSMB.agcare.cag.gov.in ഈ സൈറ്റിൽ നിങ്ങളെ പെൻ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളെ സർവീസ് കയറി കിട്ടിയ കംപ്ലീറ്റ് പേ സ്ലിപ്പ്, നിങ്ങളെ സർവീസ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എത്ര ലീവ് അവൈലബിൾ ആണ്, എത്ര ലീവ് ഇപ്പൊ ക്രെഡിറ്റിലുണ്ട്, ഇൻക്ലൂഡിങ് PF-ൽ നിങ്ങൾ അടച്ചിരിക്കുന്ന പൈസയുടെ ഡീറ്റെയിൽസ്, ഓരോ മാസമുള്ള ഇടുന്ന പൈസ, ഇപ്പൊ ടോട്ടൽ, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് KSMB-ന്റെ സൈറ്റിൽ നിന്ന് അറിയാം. ഞാൻ ചാറ്റ് ബോക്സിൽ ഞാൻ വേണമെങ്കിൽ അത് ഇടാം. പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഹലോ പറയൂ. ഹലോ സർ, പറയൂ ഞാൻ പറയൂ രാമനാട് MO ആണ് സർ. പറയൂ. സർ, ഞങ്ങളുടെ അവിടെ 24 hour റണ്ണിങ് CHC ആണ് സർ. അവിടെ 6+1 ഡോക്ടേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 6 ഡോക്ടേഴ്സും +1 അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റും. പിന്നെ അപ്പൊ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ 24 hours സ്റ്റാർട്ട് ചെയ്തത് സർ. അതൊരു 1.5 വർഷം മുമ്പായിരുന്നു. ഇപ്പൊ നമ്മുടെ അവിടെ 2 ഡോക്ടേഴ്സിനെ, ഒരു ഡോക്ടർ ലീവിന്, മെറ്റേണിറ്റി ലീവിന് പോയിരിക്കുകയാണ്. വേറൊരു ഡോക്ടർ നിലയ്ക്കൽ PHCയിലോട്ട് വർക്ക് ചാർജ് ആയിട്ട് 3 ദിവസത്തേക്ക് അവിടെ പോസ്റ്റ് ചെയ്തേക്കുകയാണ് സർ. അപ്പൊ നമുക്ക് ഡോക്ടർ ഷോർട്ടേജ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് 24 hours റൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ഡോക്ടർ സ്ട്രെങ്ത് വെച്ച്. അപ്പൊ നമുക്കത് നിർത്തി വെക്കാനുള്ള പറ്റുമോ സർ? അത് നമ്മൾ 24 hours ആണ് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നൈറ്റില് കോൾ ഡ്യൂട്ടി മാത്രമല്ലേ, കോൾ അല്ലേ ഉള്ളൂ? എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നൈറ്റിൽ എങ്ങനെയാണ് 24 hours ആണ്? എങ്ങനെ 24 hours ആണ്? കോൾ അല്ല സർ, ഡോക്ടർ ഉണ്ട് അവിടെ. നൈറ്റും ഉണ്ടോ? നൈറ്റും ഉണ്ട് സർ. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ലോ, അത്രയും സ്ട്രെങ്ത് വെച്ചിട്ട്. നമ്മള് ഏത് ജില്ലയാണ്? പത്തനംതിട്ട ജില്ല സർ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ അവിടുത്തെ ഡിസ്ട്രിക്ട് മറ്റേ ഓഫീസ് ബേറേഴ്സിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരത് ഡീൽ ചെയ്തോളും. ഓക്കെ, അതൊരു ശരിയായ കാര്യം. കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നിയമം അനുശാസിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, എനിക്കറിയാം അത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളത് നോ പറഞ്ഞാൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റുകയുള്ളൂ. നമ്മൾ ആവശ്യപ്പെട്ടത് 24 hours അവിടെ 24 hours സർവീസ് വേണമെങ്കിൽ അതിനുള്ള കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, അതിനനുസരിച്ചുള്ള സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടത്. നമ്മൾ ആവശ്യപ്പെട്ടത് ഇത് നിർത്തണം എന്നല്ല, നമ്മൾ ആവശ്യപ്പെട്ടത് 24 മണിക്കൂർ പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള മാൻ പവർ അനുവദിച്ച് തന്നുകൊണ്ട് അത് ചെയ്യണം. CHC ഒരിക്കലും 24 hours ഡിസ്മിസ് മാൻ പവർ എന്തായാലും നമുക്ക് അവിടെ, പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോൾ ആളുമില്ല, അതൊരിക്കലും നടത്തേണ്ട ആവശ്യമില്ല. ജില്ലാ നേതൃത്വമായി ബന്ധപ്പെട്ട് അതിന് കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ നിർത്തേണ്ടി വരും. അതൊരിക്കലും അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓക്കെ സർ, ഒരു സംശയം കൂടെ. HMC ഫണ്ടിൽ നമുക്ക് എത്രയാണ് നമുക്ക് മാക്സിമം സാലറി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നിലവിലെ ഓർഡർ? നമുക്ക് ആകെ ഇൻകത്തിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ഓർഡർ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് നമ്മള് ഓർമ്മ ശരിയാണെങ്കിൽ 40% പക്ഷെ പഴയ ഓർഡർ 50% വരെ ഉണ്ടായിരുന്നു. 50% വരെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ആകെ വരുമാനത്തിന്റെ 50% വരെ നമുക്ക് സാലറി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അതിലൊരു 60% എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചുള്ള ഓർഡർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ വരുമാനത്തിന്റെ 50% വരെ നമുക്ക് പിന്നെ ഉപയോഗിക്കാന്നുള്ളതാണ്. പക്ഷെ അത് യൂഷ്വലി അതൊരു പക്ഷേ അതിലൊരു ചെറിയൊരു ഇൻക്രീസ് വന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ഓഡിറ്റ് ഒബ്ജക്ഷൻ സാധാരണ വരാറില്ല.
ഞാൻ പറഞ്ഞില്ല, ഓഡിറ്റിൽ നമുക്ക് എപ്പോഴും പ്രശ്നം വരാറ് സാമ്പത്തിക ബാധ്യത വരുത്തി എന്നുള്ളതാണ്. കാരണം നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒരിക്കലും നമ്മൾ കുറച്ച് അധികം പൈസ കൊടുത്തു പോയി എന്നുള്ളത് കൊണ്ട് അതൊരു ഓഡിറ്റ് ഒബ്ജക്ഷനായി വരാറില്ല. പക്ഷെ 50% റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് നിയമത്തിലുള്ളത്. പക്ഷെ അതൊരു യൂഷ്വലി അങ്ങനെ ഉള്ള സ്ഥലത്ത് അതൊരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് കണ്ടിട്ടില്ല. കാരണം പ്രത്യേകിച്ച് വലിയ സ്ഥാപനങ്ങളിലൊക്കെ, താലൂക്ക് ഹോസ്പിറ്റലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിലവിൽ ഒരുപാട് പേര് HMC നിയമിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിലവിൽ ഞാൻ 50% വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 65% വരെ വരുന്നുണ്ട്. അത് നിയമപ്രകാരം പറ്റില്ല. പക്ഷെ യൂഷ്വലി അത് അങ്ങനെ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ ആയിട്ട് സാധാരണ നിലയ്ക്ക് അത് പ്രശ്നമാക്കാറില്ല. കാരണം നമുക്കറിയില്ല, സ്ഥാപനം നടന്നു പോകാനുള്ളതിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും സ്റ്റാഫിനെ നിയമിക്കുന്നത്. അപ്പൊ ആ സ്റ്റാഫിനെ വെക്കുന്നത് ജസ്റ്റിഫൈ ചെയ്യപ്പെടണം, അത്രയേ ഉള്ളൂ. നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഫാർമസിനെ നിയമിക്കുന്നു, അപ്പൊ അവിടെ അനുസരിച്ച് OP ലോഡ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ക്ലീനിങ് സ്റ്റാഫിനെ വെക്കുന്നു, അവിടെ അത്രയും ബിൽഡിംഗ് ഏരിയ സ്വീപ്പിംഗ് ഏരിയ ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കണം. അല്ലാതെ അവിടെ ഇപ്പൊ ഒരു ഇത്രയും ഏരിയ ഉണ്ട് അവിടെ, അതുകൊണ്ട് അത് കൃത്യമായി വെക്കാനുള്ള ഇതുണ്ടെന്നുള്ള രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സാധാരണ നിലയ്ക്ക് ചോദ്യം ചെയ്യപ്പെടില്ല. അത് അനാവശ്യമായിട്ടൊരു നിയമനം പ്രഥമ ദൃഷ്ട്യാ ഇല്ലെങ്കിൽ അത് പ്രശ്നമാകാറില്ല. പക്ഷെ നിയമപ്രകാരം 50 തന്നെയാണ്. പക്ഷെ അതിന് മുകളിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് പലപ്പോഴും. പക്ഷെ അതുവരെ ആരും ഓഡിറ്റിൽ അതൊരു ഒബ്ജക്ഷൻ ആയിട്ട് എവിടെ എഴുതിയതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. HMC പറയൂ സാറേ. നമ്മുടെ ടൈം ആയി, 9 മണിയായി. അപ്പോൾ ഒന്നിലോ സംശയം ഉണ്ടെങ്കിൽ നമുക്കത് അയച്ചു തരാം, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് മീറ്റിംഗ് നടത്തുമ്പോൾ അതിന് കൂടുതൽ ആൻസർ കൊടുക്കാം എന്നുള്ളൊരു ആയിക്കോട്ടെ. കാരണം 7 to 9 വരെയാണ് നമ്മൾ സൂമിൽ എടുത്തിരിക്കുന്നത്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സർവീസിൽ എന്ത് കാര്യം ചോദിച്ചാലും പറയാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷെ നമുക്ക് വേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ ഓർഡറുകൾ നമ്മൾ പലപ്പോഴും നമ്മൾ വാട്സപ്പിലൊക്കെ പല ഓർഡറുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വേണ്ട വെച്ചാൽ അതൊരു പ്രത്യേക ഫോൾഡർ ആക്കിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കുക. കാരണം നമുക്ക് ഏത് ഓർഡർ എപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഓർഡറുകൾ സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ ഓരോ ജില്ലയിലും എനിക്കറിയാം സർവീസിന്റെ കാര്യത്തിൽ നല്ല എക്സ്പെർട്സ് ആയിട്ടുള്ള, ഈവൻ എന്റെ ജില്ലയിൽ പോലും എന്നെക്കാളും നല്ലപോലെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകളിലും ഒക്കെ ഡിസ്കസ് ചെയ്ത് കൃത്യമായ തിരക്കിട്ട് തീരുമാനം എടുക്കാതിരിക്കുക. അതിന്റെ ഉത്തരവുകൾ പഠിച്ച് മാത്രം തീരുമാനം എടുക്കുക. അപ്പോൾ സാറേ, നമ്മുടെ ഫസ്റ്റ് ഇനോഗ്രൽ സെഷനാണിത്. 7 to 9 ആണ്, 2 hours ആണ് നമ്മൾ വച്ചിരിക്കുന്നത്. അത് വളരെ കുറവാണെന്നുള്ളത് മനസ്സിലാണ്. കാരണം ഒരു 100ഓളം മെമ്പേഴ്സ് ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി ഇനി ഗ്രാജ്വലി ഇത് കൂടാനാണ് സാധ്യത. അപ്പം നമ്മൾ മന്ത്ലി 2 പ്രാവശ്യം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ റെസ്പോൺസ്. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനോടും നമുക്ക് ആവശ്യപ്പെടാനുള്ള അവരുടെ സംശയങ്ങൾ നേരത്തെ സർവീസിലേക്ക് അയച്ചു തരിക, ത്രൂ സെക്രട്ടറി അയച്ചു തരികയാണെങ്കിൽ നമുക്കത് കൂടുതൽ റെഫറൻസുകളും കാര്യങ്ങളായിട്ട് സംസാരിക്കാനായിട്ട് സർവീസ് എക്സ്പെർട്ടിന് സാധിക്കും. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു സെഷനായിരുന്നു. വെറും സർവീസ് എക്സ്പെർട്ടും അല്ല, പ്രാക്ടിക്കൽ എക്സ്പെർട്ടാണ്. കാരണം സാർ ഇത് ചെയ്ത് പരിചയിച്ച് മിസ്റ്റേക്കുകൾ വരുത്തി കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്തൊക്കെ പോയി കണ്ടുപിടിച്ചിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. വെറും ഒരു പുറത്തുനിന്നുള്ള സർവീസ് എക്സ്പെർട്ടിനേക്കാളും കൂടുതൽ നമ്മൾ ഇൻ സർവീസ് എക്സ്പെർട്ടാണ് കൂടുതൽ ഫലപ്രദമാണ് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സജഷൻ വന്നത് പുറത്തെ സർവീസ് എക്സ്പെർട്ടിനെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് ഇൻ സർവീസ് എക്സ്പെർട്ട് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന ഒരു എക്സ്പെർട്ട് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് സുനിൽ സാറിനെ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും. ആ സംശയങ്ങൾ KGMO സർവീസ് സെല്ലിലേക്ക് അയച്ചു തരിക. അത് അടുത്ത മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ത്രൂ പ്രോപ്പർ ചാനലിൽ നമ്മുടെ KGMO ഗ്രൂപ്പ്സിലോ അതിൻ്റെ അഭിപ്രായങ്ങൾ ഉത്തരങ്ങൾ ക്ലിയർ ചെയ്യുന്ന, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല ഇതിൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജേണലിൽ ഒരു സർവീസ് സെല്ലിനൊരു പേജ് തന്നെയുണ്ട്. അപ്പോൾ അതിലും പബ്ലിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് സെഷനാണ്, ഒത്തിരി കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സെക്രട്ടറി വഴി സർവീസ് സെല്ലിന് അയച്ചു തരാം. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ സുനിൽ സാറേ നിർത്തല്ലേ സാറേ ഇനി അടുത്ത സെഷനിൽ? നിർത്താം. അതിനു മുമ്പ് സുനിൽ സാറേ, വളരെ വളരെ നല്ല സെഷനായിരുന്നു. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന തരത്തിൽ വളരെ നല്ലൊരു സെഷനായിരുന്നു. നമ്മുടെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. ഇനി കൂടുതൽ മെച്ചപ്പെടുത്തേ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. 100ഓളം പേര് കയറിയിരുന്നു കേട്ടോ സാർ. അപ്പൊ നമുക്ക് അടുത്ത തവണ എന്തായാലും ഈ നമ്പർ ഒന്ന് കൂട്ടണം. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ജില്ലാ തലത്തിൽ എല്ലായിടത്തും എത്തിയാൽ അത് ശരിയാവും. ഓക്കെ. സുരേഷ് സാർ ഇറങ്ങിയോ? അറിയില്ല അല്ലേ? ഹലോ, TN സാർ ഇറങ്ങിയോ?
ഇറങ്ങിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ സർവീസ് കമ്മിറ്റിയിലുള്ള ഡോക്ടർ അഭിലാഷ് കൃഷ്ണനെ ക്ഷണിക്കുന്നു. ഡോക്ടർ അഭിലാഷ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാറേ? കേൾക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട KGMI സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് ടി എൻ, ബഹുമാനപ്പെട്ട KGMI സ്റ്റേറ്റ് സെക്രട്ടറി സുനിൽ സാർ, ട്രഷറർ ജോബിൻ സാറ്, റീന മാഡം, KGMI സ്റ്റേറ്റ് സർവീസിൽ നയിക്കുന്ന സന്തോഷ് സാറ്, യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഡോക്ടർ ഷാരോൺ, നമുക്ക് ഈ സെഷൻ കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ സുനിൽകുമാർ സാർ, ഇതിനു മുമ്പ് സംസാരിച്ച എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ സർവീസിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല ഡിഫിക്കൽട്ടീസും നേരത്തെ ഇത് നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ നമ്മുടെ ഫോണുകളോ ഒന്നും ഇല്ലാണ്ടിരുന്ന ഒരു സമയത്ത് സർവീസിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടായിരുന്നു മുന്നോട്ട് പോക്ക്. പക്ഷേ പ്രസന്റ് സിനാരിയോയിൽ നമുക്ക് നവമാധ്യമങ്ങളുടെയും സൂം പ്ലാറ്റ്ഫോം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ സർവീസ് ഡൗട്ടുകൾ എക്സ്പേർട്സിന്റെ അടുത്തോ അല്ലെങ്കിൽ സീനിയേഴ്സിന്റെ അടുത്തോ ചോദിക്കാനായിട്ട് ഇപ്പോൾ സാധ്യമാണ്. അപ്പോൾ KGMOയെ തുടക്കം കുറിച്ച് വെച്ച ഈ സർവീസ് സഹായി എന്ന് പറയുന്ന ഈ ഉദ്യമം എന്നതിൻ്റെ ഇനാഗുറേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ സെഷൻ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. നല്ലൊരു തുടക്കമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് മുന്നോട്ട് നമ്മുടെ സർവീസ് അംഗങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുക എന്നുള്ള ചുമതലയാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട KGMI സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേഷ് സാറിന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മൾ ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ KGMI സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ സുനിൽ സാറ്, ഞങ്ങളുടെ എറണാകുളം ജില്ലയുടെ ഒരു പ്രൈഡ് തന്നെയാണ് അദ്ദേഹം. സാറ് ഈ പ്രോഗ്രാമിന് എൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും സാറിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ജോബിൻ സാറ്, റീന മാഡം പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും മാഡത്തിനും ജോബിൻ സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ KGMI സ്റ്റേറ്റ് സർവീസിൽ നയിക്കുന്ന ഡോക്ടർ സന്തോഷ് സാറ് നല്ല രീതിയിൽ നമ്മുടെ ഇനാഗുറേഷൻ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചു. സാറിനെ എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗത പ്രസംഗകൻ നമ്മുടെ ഷാരോൺ സാറിനും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആശംസകൾ അറിയിച്ച നമ്മുടെ ജയകൃഷ്ണൻ സാറ്, അരുൺ ജോൺ സാറ്, സാബു സൂദൻ സാറ്, ഇവർക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാത്തിനും ഉപരി നമ്മുടെ ഇനാഗുറേഷൻ സെഷൻ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത സുനിൽ സാറ്, സാറിനോട് എനിക്ക് തന്നെ ഇഷ്ടംപോലെ ഡൗട്ടുകൾ ഇപ്പൊ തന്നെ ചോദിക്കാനുണ്ട്, എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഒരു സെഷൻ ആയിരുന്നു. കാരണം ഓഫീസർമാരാണ് എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്, റെലവെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഡിസ്കഷനിൽ വന്നത്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി ക്ലാസ് നയിച്ച സുനിൽകുമാർ സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ സർവീസ് സഹായി എന്ന് പറയുന്ന ഈ ഉദ്യമം കൂടുതൽ ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി വരും മാസങ്ങളിൽ വരും സെഷനുകൾ നല്ല രീതിയിൽ നടത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടായി മാറുന്ന ഒരു പ്രോഗ്രാം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. KGMI. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ.